സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് നമ്മൾ KWAന്റെ ഒരു റിവിഷൻ സെക്ഷൻ ആണ്. അതായത് മാത്സിന്റെ ഒരു ചെറിയൊരു റിവിഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരുവിധം ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററിനും ഒന്ന് പരിചയപ്പെടാന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സെക്ഷന് എടുക്കുന്നത്. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ Then ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് സം ഓഫ് n ടേംസ് ഓഫ് ആൻ AP ഈസ് n സ്ക്വയർ പ്ലസ് 5n then find ജനറൽ ടേം. അപ്പോൾ ഒരു APന്റെ അതായത് അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ സം എന്ന് പറയുന്നത് n ടേമിന്റെ സം എന്ന് പറയുന്നത് n സ്ക്വയർ പ്ലസ് 5n ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ജനറൽ ടേം എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ nth ടേം എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്ന് ചോദിച്ചാൽ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എന്തെടുക്കാം, ഒരു 1 to 4 ഇതൊരു AP ആണെന്ന് വിചാരിക്കുക. അതായത് ഇന്റിജേഴ്സിന്റെ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു AP ആണെന്ന് വിചാരിക്കുക. ഇതിൽ നോക്കിക്കേ, ഫസ്റ്റ് 3 നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് എന്താണ്? 1 + 2 + 3 + 1 + 2 + 3 അതായത് 6 ആണ്. ദെൻ ഫുൾ നമ്പേഴ്സിൻ്റെതാണെങ്കിൽ 1 + 2 + 3 + 4 എന്ന് പറയുമ്പോൾ 10 വരും. അപ്പോൾ ഇതാണ് ഇതിന്റെ n ടേംസ് എന്ന് പറയുന്നത്. ഇതിൽ 4 ടേംസ് ആണ് ഉള്ളത് എന്ന് ആദ്യം അസ്യൂം ചെയ്യുക. n എന്ന് പറയുന്നത് 4 ആണ്. ദെൻ Sn എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 10 കിട്ടി. ദെൻ Sn-1 എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ n എന്ന് പറയുമ്പോൾ നമ്മൾ 4 ആണല്ലോ, അപ്പൊ S4 അതായത് 4 ടേംസിന്റെ ആണ്. ദെൻ S3 എന്ന് പറയുമ്പോൾ നോക്കിക്കേ, എന്താണ്? 1 + 2 + 3 അതായത് 6 ആണ്. അപ്പോ ഇതില് Sn അതായത് S4 S3 മൈനസ് ചെയ്യാം. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? Sn മൈനസ് Sn-1 ആണല്ലോ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 10 മൈനസ് S4 മൈനസ് S3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 മൈനസ് 6 എന്ന് കിട്ടും. 10 മൈനസ് 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ്. ഈ 4 എന്ന് പറയുന്നത് എന്താണ്? nth ടേം ആണല്ലോ. ഇതിലെ n എന്ന് പറയുന്നത് 4 ആണെന്ന് മാത്രം. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് n ടേമിന്റെ സമ്മ് തന്നിട്ട് നമ്മളോട് nth ടേം കാണാൻ പറഞ്ഞിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ Sn മൈനസ് Sn-1 = nth ടേം എന്നാണ്. ആ ഒരു ഐഡിയ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ Sn = എന്താ തന്നിട്ടുള്ളത്? n സ്ക്വയർ പ്ലസ് 5n. അങ്ങനെയാണെങ്കിൽ Sn-1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? n പകരം n-1 കൊടുക്കുക. n-1 ഹോൾ സ്ക്വയർ പ്ലസ് 5n. അപ്പൊ നമുക്ക് Tn അല്ലെങ്കിൽ ജനറൽ ടേം Tn എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? Sn-Sn-1 ആണ്. അപ്പൊ അത് നമ്മളിവിടെ ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കാണണം? Sn-1 എത്രയാണെന്നുള്ളത് നോക്കണം. Sn-1 എത്രയാണ്? Sn-1 = n-1 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ n സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 1 മൈനസ് 2ab എന്ന് പറയുമ്പോൾ 2n × -1. അപ്പോ 2n പ്ലസ് 5n. ഇതാണ് നമ്മളെ എന്ത്? Sn-1 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ Tn എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? Tn എന്ന് പറയുന്നത് Sn മൈനസ് Tn എന്ന് പറയുന്നത് ജനറൽ ടേം എന്ന് പറയുമ്പോൾ Sn മൈനസ് Sn-1 എന്നാണെന്ന് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ Sn എത്രയാണ്? n സ്ക്വയർ പ്ലസ് 5n ആണ്. ദെൻ അത് മൈനസ് പിന്നെന്താണ് ഇവിടെ ഉള്ളത്? നമുക്ക് Sn-1 എന്താ കിട്ടിയത്? നമുക്ക് n സ്ക്വയർ പ്ലസ് 1 മൈനസ് 2n പ്ലസ് 5n മൈനസ് ഇവിടെ 5n അല്ല, 5n-1 കൊടുക്കണമല്ലോ. n-1. അപ്പോൾ 5n-1ന്റെ ബ്രാക്കറ്റ് നമ്മൾ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 5n - 5 എന്ന് വരും.
സോ ഈ മൈനസ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എൻ സ്ക്വയർ പ്ലസ് 5n മൈനസ് എൻ സ്ക്വയർ മൈനസ് പ്ലസ് 1 പറയുമ്പോൾ -1 മൈനസ് -2n പ്ലസ് 2n മൈനസ് പ്ലസ് 5n മൈനസ് 5n ദെൻ മൈനസ് -5 എന്ന് പറയുമ്പോൾ പ്ലസ് 5. ഇവിടെ നോക്കിക്കേ, പ്ലസ് എൻ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് എൻ സ്ക്വയർ ഉണ്ട്, രണ്ടും ക്യാൻസൽ ആയല്ലോ. ഇവിടെ ഒരു പ്ലസ് 5n ഉണ്ട്, ദെൻ ഇവിടെ ഒരു മൈനസ് 5n ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ആയി. പിന്നെ ബാക്കിയുള്ളത് എന്താണ്? -1 പ്ലസ് 2n പ്ലസ് 5 എന്നാണ്. അപ്പൊ ഇവിടെ ഒരു പ്ലസ് 5 ഉണ്ട്, ഇവിടെ ഒരു -1 ഉണ്ട്. അപ്പോൾ -1 പ്ലസ് 5 എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലസ് 4. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടി? 2n പ്ലസ് 4. അപ്പൊ ഇതാണ് ജനറൽ ടേമിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഐഡിയ ഇപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമ്മൾ മെയിൻ ഐഡിയ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ nth ടേമിന്റെ സമ്മ് തന്നിട്ടുണ്ടെങ്കിൽ ജനറൽ ടേം എന്ന് പറയുന്നത് എന്താണ്? സമ്മ് തന്നിട്ടുണ്ടെങ്കിൽ Tn ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? nth ടേമിന്റെ സമ്മ് മൈനസ് n-1 ടേംസിന്റെ സമ്മ്. ഈ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? ജനറൽ ടേം കാണുന്നത്. ജനറൽ ടേം എന്ന് ഉദ്ദേശിക്കുന്നത് nth ടേം എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 2n പ്ലസ് 4. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 2n പ്ലസ് 4. അപ്പോൾ ഓപ്ഷനിൽ ബി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. 2n പ്ലസ് 4 ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ പറഞ്ഞു ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് Tn ഈക്വൽ ടു Sn മൈനസ് Sn-1 എന്നുള്ള ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തത്? പ്രോബ്ലം സോൾവ് ചെയ്തത്. ആൻസർ 2n പ്ലസ് 4 എന്നുള്ളതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which of the following relation is symmetric but neither reflexive nor transitive for a set? അങ്ങനെ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന സെറ്റില്, അതായത് റിലേഷനില് ഏതാണ് സിമെട്രിക് ആവണം, ബട്ട് അതെന്താവരുത്? നെയ്തർ റിഫ്ലെക്സീവ് നോർ ട്രാൻസിറ്റീവ്. അത് ഫ്ലെക്സീവ് ആവരുത്, ട്രാൻസിറ്റീവ് ആവരുത്. അത് ഓൺലി സിമെട്രിക് റിലേഷൻ മാത്രം ആവണം. അങ്ങനെയുള്ള റിലേഷൻ എന്താണെന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യന്. അതിന് മുന്നേ ഞാൻ ആൻസറിലേക്ക് പോകുന്നതിന് മുന്നേ എന്താണ് സിമെട്രിക് റിലേഷൻ, എന്താണ് റിഫ്ലെക്സീവ് റിലേഷൻ, എന്താണ് ട്രാൻസിറ്റീവ് റിലേഷൻ എന്നുള്ളതൊന്ന് പറയാം. ഇവിടെ സിമെട്രിക് റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു നമുക്കറിയാം റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു സെറ്റിലാണ്. അപ്പൊ നമ്മളൊരു എ എന്നുള്ള ഒരു സെറ്റിൽ എ എന്ന് പറഞ്ഞ ഒരു സെറ്റ് എടുത്തു. അതെന്ന് പറയുന്നത് 1, 2, 3 ആണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു സെറ്റിൽ നമ്മൾ സിമെട്രിക് ഫംഗ്ഷന് ഡിഫൈൻ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റിലേഷനിൽ R ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വരുന്നത് എന്ത്? അതില് ഇപ്പോ ഞാൻ ജനറൽ ആയിട്ട് എഴുതാണ് A, B പറഞ്ഞൊരു കോമ്പിനേഷൻ ഉണ്ട്. ദെൻ അത് സിമെട്രിക് ആവണമെങ്കിൽ എന്തുണ്ടാവണം? അവിടെ ഒരു B, A കൂടി ഉണ്ടാവണം. അതാണ് സിമെട്രിക് ആവാനുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാന്ന് പറയാം. അപ്പൊ ഇവിടെ എന്താണുള്ളത്? നമ്മളെ സെറ്റിൽ 1, 2, 3 ഉള്ളത്. അപ്പൊ ഒരു റിലേഷൻ പ്രകാരം നമ്മൾ റിലേഷൻ എഴുതുന്നത് 1, 2 എന്ന് എഴുതിയാൽ അതൊരു സിമെട്രിക് റിലേഷൻ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 2, 1 ഉണ്ട്. ഇനി അഗൈൻ ഇവിടെ 3, 2 ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ ഈ ഒരു 3 എലമെന്റ് ആണ് ഇതിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതെന്തല്ല? സിമെട്രിക് അല്ല. കാരണം എന്താണ്? 3, 2ന് എന്തില്ല? കോമ്പിനേഷൻ 2, 3 ഇല്ല. ഇതും കൂടി വന്നെങ്കിലേ എന്താവുള്ളൂ? ഇതൊരു സിമെട്രിക് ആവുള്ളൂ. ഓക്കെ, അപ്പോ ഞാൻ പറയാം, ഇവിടെ ഇപ്പോ ഈ 2 എലമെന്റ്സ് മാത്രം, അതായത് 1, 2ഉം 2, 1 മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതെന്താണ്? സിമെട്രിക് ആണ്.
ബട്ട് ഇതിന് പുറമെ ഇവിടെ 3,1 3,1 അല്ലെങ്കിൽ 3,2 ഏതെങ്കിലും, അപ്പൊ ഇനി 3,2 എന്നുണ്ട് വിചാരിച്ചോ. ഇതിലിപ്പോ ഇതിന് 3,1നും 3,2നും B, A പറഞ്ഞൊരു കോമ്പിനേഷൻ ഇല്ലാത്തത് കൊണ്ട് ഈ 4 എലമെന്റും ഈ സെറ്റിൽ ഉണ്ട്, ഈ റിലേഷനിൽ ഉണ്ടെങ്കിൽ എന്താവില്ല, ഇത് സിമെട്രിക് ആവില്ല. ഇത് ഇനി സിമെട്രിക് ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെല്ലാം കൂടി വരണം, 1,3യും അതുപോലെ 3,2 കൂടി വരണം. അതായത് ഏതെല്ലാം സെറ്റ് ആണ് ഇവിടെ ഉള്ളത്, ഏതെല്ലാം A, B ഉണ്ടോ അതിനെല്ലാം റിലേറ്റഡ് ആയിട്ട് B, A കൂടി ഉണ്ടെങ്കിൽ എന്താവുള്ളൂ, ആ റിലേഷൻ എന്ന് പറയുന്നത് സിമെട്രിക് ആവുള്ളൂ. അപ്പൊ ഇതാണ് സിമെട്രിക് റിലേഷൻ ആവാനുള്ള ഒരു കണ്ടീഷൻ. അതായത് A, B എന്നൊരു എലമെന്റ് ഉണ്ടെങ്കിൽ ദർ ഷുഡ് ബി B, A. ഓക്കെ, അതാണ് സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ സിമെട്രിക് എന്താണെന്ന് മനസ്സിലായി. ദെൻ റിഫ്ലെക്സീവ് ആവാന്ന് പറയുമ്പോൾ എന്താണ് റിഫ്ലെക്സീവ്? റിഫ്ലെക്സീവ് നമ്മൾ റിഫ്ലക്ട് ചെയ്യാന്ന് പറയുന്നത് എന്താണ്, സെയിം സംഭവം തന്നെ കാണിക്കുക എന്നുള്ളതാണ് റിഫ്ലക്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ എ എന്ന് പറയുന്നത് 1,2,3 ആണെന്നുണ്ടെങ്കിൽ അതിലൊരു റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ആ റിലേഷൻ റിഫ്ലെക്സീവ് ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഓരോ എലമെന്റിനും ഇറ്റ്സെൽഫ് റിലേറ്റഡ് ആവണം എന്നുള്ളതാണ്. അതായത് എല്ലാ എലമെന്റിനും കറസ്പോണ്ടിങ് A, A ഉണ്ടായിരിക്കണം. ഇങ്ങനെ പറഞ്ഞാല് അപ്പൊ ഇവിടെ 1,2,3 ആണല്ലോ എലമെന്റ്സ് എയിലുള്ളത്. സോ റിഫ്ലെക്സീവ് റിലേഷനിൽ ഏതൊക്കെ ഉണ്ടാവണം, 1,1 ഉണ്ടാവണം, 2,2 ഉണ്ടാവണം, ദെൻ 3,3 ഉണ്ടാവണം. ഇത് മൂന്നും മസ്റ്റ് ആയിട്ട് എന്തുണ്ടാവും, സെറ്റിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് 1,2,3 ആണെന്നുണ്ടെങ്കിൽ ദെൻ റിലേഷനിൽ 1,1ഉം 2,2ഉം 3,3യും മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം. ഇതിന് പുറമെ വേറെ എന്തെങ്കിലും ഉണ്ടായാലും പ്രശ്നമില്ല. 1,2 ആൻഡ് ദെൻ 2,1 ഇവ ഉണ്ടായാലും ഇതിന്റെ ഈ ഒരു പ്രോപ്പർട്ടീനെ ബാധിക്കില്ല. പക്ഷെ ആ റിലേഷനിൽ ഈ 3 എലമെന്റ്സും നമ്മൾ ഈ സെറ്റിന്റെ കാര്യം വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 3 എലമെന്റ്സും ഉണ്ടായിരിക്കണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ അതെന്താവുള്ളൂ, റിഫ്ലെക്സീവ് റിലേഷൻ ആവുള്ളൂ. ഓക്കെ, അതായത് എ എന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സും ഇറ്റ്സെൽഫ് റിലേറ്റഡ് ആയെങ്കിൽ മാത്രമേ അതെന്താവുള്ളൂ, റിഫ്ലെക്സീവ് ആവുള്ളൂ. അപ്പൊ റിഫ്ലെക്സീവ് റിലേഷൻ ഇതാണ് റിഫ്ലെക്സീവ് ആവാനുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. റിഫ്ലെക്സീവ് റിലേഷൻ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ റിഫ്ലെക്സീവ് എന്താണ്, സിമെട്രിക് എന്താന്ന് പറഞ്ഞു. ഇത് നമുക്ക് ട്രാൻസിറ്റീവ് എന്താന്ന് നോക്കണം. അപ്പോ ഇത് നമുക്ക് നോക്കാനുള്ളത് ഏതാണ്, ട്രാൻസിറ്റീവ്. അപ്പൊ ട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളെ സെയിം സെറ്റ് A equal to 1,2,3 3 ഈ എലമെന്റ്സ് ആണുള്ളത്. ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് റിലേഷൻ ആവണം എന്നുണ്ടെങ്കിൽ ആ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിലൊരു A, B ഉണ്ട്, ദെൻ അതില് B, C ഉണ്ടെങ്കിൽ there should be A, C. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. A, B മാത്രം ഉള്ളെങ്കിൽ ഇതൊന്നും ബാധിക്കില്ല. ഓക്കെ, A, Bയും B, C ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ആവശ്യമുള്ളത്, A, C ആവശ്യമുള്ളത്. അവിടെ ഒരു A, B മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ അതിന്റെ ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോപ്പർട്ടീനെ അത് ബാധിക്കില്ല. A, Bന്റെ കൂടെ B, Cയും കൂടി ഉണ്ടായിട്ട് എന്തില്ലെങ്കിൽ, A, C ഇല്ലെങ്കിൽ അതെന്താവും, ട്രാൻസിറ്റീവ് അല്ലാതിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതില് റിലേഷനിലെ എലമെന്റ്സ് വെച്ചിട്ടൊന്ന് കാണിക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇപ്പൊ നമുക്ക് 1,2 ഉണ്ടെന്ന് വിചാരിച്ചു, ദെൻ 2,3 ഉണ്ടെങ്കിൽ അതൊരു ട്രാൻസിറ്റീവ്. ഈ രണ്ട് എലമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ, എലമെന്റ്സ് ഇവിടെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതൊരു ട്രാൻസിറ്റീവ് ആണ്. സോറി, ഇത് ട്രാൻസിറ്റീവ് അല്ല. പകരം അപ്പൊ നമ്മളെന്താ പറഞ്ഞത്, 2,3 ഈ രണ്ട് എലമെന്റ്സും ആണ് ഇവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇത് എന്താവൂല, ഇത് ട്രാൻസിറ്റീവ് ആവൂല. ഇനി ഇത് ട്രാൻസിറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തും കൂടി വരണം, ഇവിടെ A, B, B, C. ഇത് നമുക്ക് എന്തുണ്ടാവണം, A, C ഉണ്ടാവണം എന്നുള്ളതാണ് ട്രാൻസിറ്റീവ് ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തും കൂടി വരണം, 1,3 കൂടി വരണം. അതായത് A, C കൂടി വരണം. ഓക്കെ, ഇതാണ് ഇപ്പൊ ട്രാൻസിറ്റീവ് ആവാനുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഇവിടെ ഈ ഒരു 2,3 എന്ന് പറഞ്ഞ ഒരു സംഭവം എലമെന്റ് ഇവിടെ ഇല്ലെങ്കിൽ 1,2ഉം 1,3ഉം ആണ് ഇവിടെ ഉള്ളതെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇതൊരു ട്രാൻസിറ്റീവ് ആണ്. കാരണം എന്താണ്, B,
സി ഇല്ലാത്തത് കൊണ്ട് ഇതെന്താണ് ട്രാൻസിറ്റീവ് ആണ്. എ കോമ ബി ഉണ്ടായി ബി കോമ സിയും കൂടി ഉണ്ടാവുമ്പോഴേ എന്താ ആവശ്യമുള്ളൂ നമുക്ക് എ കോമ സിന്റെ ആവശ്യമുള്ളൂ. ബി കോമ സി ഇല്ലെങ്കിൽ എന്താ ആവശ്യമില്ല നമുക്ക് എ കോമ സി വേണ്ട. ഇവിടെ ഇപ്പോ എന്താ കാണിക്കുന്നത്, ഈ രണ്ട് എലമെന്റ്സും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്താവൂല, ഈ രണ്ട് എലമെന്റ്സ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇതെന്താവൂല ട്രാൻസിറ്റീവ് അല്ലാതിരിക്കൂല. ഇനി ഇത് ട്രാൻസിറ്റീവ് അല്ലാതിരിക്കാനുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ 1,2 ഉണ്ടല്ലോ, ദെൻ എന്ത് ചെയ്യാം, ഒരു 2,1 ഉണ്ട് വിചാരിച്ചോ. ദെൻ ഇവിടെ അതേപോലെ 1,3 ഉണ്ട്, ദെൻ 3,2 ഉണ്ട്, 3,2 ഉണ്ട് എന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ഒരു രണ്ടെണ്ണത്തിൽ 1,2 2,1 അതായത് എ കോമ ബി ബി കോമ സി. ബട്ട് ഇനി അപ്പൊ എ കോമ ബിയും ബി കോമ സിയും ഉണ്ട്. അപ്പൊ ഇനി അത് ട്രാൻസിറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ എന്തും കൂടി വേണം അവിടെ, എ കോമ സി വേണം. എ കോമ സി എന്ന് പറയുന്നത് എന്താണ്, എയും സിയും 1 ആയതുകൊണ്ട് എ കോമ സി 1 1,1 കൂടി ഉണ്ടെങ്കിൽ എന്താവുള്ളൂ, ഇതിന്റെ കാര്യം തീരുമാനമാവുള്ളൂ. ഇനി ഇവിടെ നോക്കിക്കേ 1,3 ഉണ്ട് ഇവിടെ, പക്ഷെ ഇവിടെ 3,2 ഉണ്ട്. അപ്പോൾ നമ്മൾ എ കോമ ബിയും ബി കോമ സിയും ഉണ്ടായി. ദെൻ എന്തും കൂടി വേണം, എ കോമ സി എന്ന് പറയുമ്പോൾ എന്താ, എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് എന്താണ്, സോറി സി എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഇവിടെ എന്തുണ്ട്, 1,2 ഉണ്ട്. സോ ഇതെന്തായി ട്രാൻസിറ്റീവ് ആയി. ഇനി ഇത് നോക്കിക്കേ, ഇത് ഇവിടുന്ന് ഒഴിവാക്കിയാലും എന്താണ്, ഇത് ട്രാൻസിറ്റീവ് ആണ്. കാരണം എന്താണ്, 1,3 എന്നുള്ള പിന്നെ 3 സ്റ്റാർട്ട് ചെയ്യുന്നത് വേറൊരു എലമെന്റ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എന്താവുന്നില്ല, അതിന്റെ ആ ഒരു പ്രോപ്പർട്ടീനെ അത് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു എലമെന്റ് അതായത് 1,3 എന്ന് പറഞ്ഞ എലമെന്റ് ബാധിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാല്, എ കോമ ബിയും ബി കോമ സിയും ഉണ്ടായിട്ട് എ കോമ സി ഇല്ലാതിരുന്നാല് ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി റിലേഷൻ ഇല്ലാതിരിക്കുള്ളൂ. അല്ലാതെ എ കോമ ബി മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിന്റെ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ഇല്ലാതിരിക്കില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അപ്പൊ നമ്മളോട് ചോദിച്ചത് എന്താണ്, സിമെട്രിക് ആണ് ബട്ട് നെയ്തർ റിഫ്ലക്റ്റീവ് നോർ ട്രാൻസിറ്റീവ്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ.
സോറി ഫോർ സോറി ഫോർ ദ ഡിലേ. ഇപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഏതാണ് സിമെട്രിക്, ദെൻ റിഫ്ലെക്സീവും ട്രാൻസിറ്റീവും അല്ലാത്തത് ഏതാണെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റത്തെ റിലേഷൻ നോക്കി 1,2 ഉണ്ട്, ദെൻ 1,3 1,4. അപ്പൊ നമ്മോട് പറഞ്ഞ എന്താണ്, സിമെട്രിക് ആവണം ബട്ട് റിഫ്ലെക്സീവ് ആവരുത്, ട്രാൻസിറ്റീവ് ആവരുത്. അപ്പൊ 1,2 വരുമ്പോ 2,1 വന്നെങ്കിൽ എന്താവുള്ളൂ, 2,1 കൂടി വന്നെങ്കിൽ അത് എന്താവുള്ളൂ, സിമെട്രിക് ആവുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ പറയാം ഫസ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത് എന്തല്ല, സിമെട്രിക് അല്ല. അപ്പൊ പിന്നെ നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്, സിമെട്രിക് ആവണം ബട്ട് നോട്ട് റിഫ്ലെക്സീവ് ആൻഡ് നോട്ട് ട്രാൻസിറ്റീവ്. ദെൻ സെക്കൻഡ് നോക്കാം. ഇപ്പൊ സെക്കൻഡ് ഓപ്ഷനിൽ ബി ഓപ്ഷനിൽ എന്താണ്, ബി ഓപ്ഷനിൽ 1,2 ഉണ്ട്, ദെൻ 2,1 ഉണ്ട്. അപ്പൊ എന്തായി, നമുക്ക് A, B, ദെൻ എന്തും കിട്ടി, B, Aയും കിട്ടി. അപ്പൊ എന്തായി, അത് സിമെട്രിക് ആയി. ഫസ്റ്റ് കണ്ടീഷൻ കറക്റ്റ്, ഓക്കെ, സിമെട്രിക് ആയി. പക്ഷെ നമ്മളോട് ഒന്നുകൂടി പറയുന്നുണ്ട് അതെന്താവരുത്, റിഫ്ലെക്സീവ് ആവരുത്, ട്രാൻസിറ്റീവ് ആവരുത്. അപ്പൊ ഇത് റിഫ്ലെക്സീവ് ആണോ നോക്കാം. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ നമ്മൾ പറഞ്ഞു എന്ത്, നമ്മളെ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, 1,2,3 എന്നുള്ളതാണ്. അപ്പൊ അത് റിഫ്ലെക്സീവ് ആവണം എന്നുണ്ടെങ്കിൽ റിലേഷനിൽ ഏതെല്ലാം എലമെന്റ് വരണം, 1,1 2,2 then 3,3 ഈ 3 എലമെന്റ്സ് വന്നെങ്കിൽ എന്താവുള്ളൂ, റിലേഷൻ എന്താവുള്ളൂ, റിഫ്ലെക്സീവ് ആവുള്ളൂ. അപ്പൊ ഇത് റിഫ്ലെക്സീവ് അല്ല. ഓക്കെ, അപ്പൊ എന്തായി, ഇത് സിമെട്രിക് ആണ്, സിമെട്രിക് ആണ്, പക്ഷെ എന്തല്ല, റിഫ്ലെക്സീവ് അല്ല എന്നുള്ളത് മനസ്സിലായി. ഇനി ഇത് ട്രാൻസിറ്റീവ് ആണോ നോക്കണം. അപ്പൊ ട്രാൻസിറ്റീവ് ആവാൻ നമ്മൾ എന്താ പറഞ്ഞത്, A, B, then B, C, then എന്തുണ്ടാ, അത് രണ്ടും ഉണ്ടെങ്കിൽ എന്തുണ്ടാവണം, A, C ഉണ്ടാവണം എന്നുള്ളതാണ്. ഇവിടെ നോക്കിക്കേ 1,2 അതായത് A, B, then 2,1 അതായത് B, C ആയി. ഓക്കെ, അപ്പൊ ഇനി എന്തും കൂടി ഉണ്ടാവണം, A, C ഉണ്ടാവും. A, C എന്ന് പറയുമ്പോ എന്താ, 1,1 ഉണ്ടാവണം. ഇവിടെ എന്തില്ല, 1,1 ഇല്ല. സോ ഇതെന്താണ്, ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ക്വസ്റ്റ്യനിൽ തന്ന കണ്ടീഷൻ എന്തായി, സാറ്റിസ്ഫൈഡ് ആയി. അതായത് ഈ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് സിമെട്രിക് ആണ്, പക്ഷെ എന്തല്ല, റിഫ്ലെക്സീവും അല്ല, ട്രാൻസിറ്റീവും അല്ല. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ ബി ആണ്. ഇനി തേർഡ് ഓപ്ഷൻ അതായത് സി ഓപ്ഷനിൽ നോക്കിക്കേ, അത് എന്തുകൊണ്ട് സിമെട്രിക് അല്ല എന്നുള്ളത് പറയാം. ഇവിടെ നോക്കിക്കേ 1,1 ദെൻ എന്താ, ഇതെന്താണ്, ഇവിടെ നോക്കിക്കേ 1,1 2,2 3,3 എന്ന് പറയുമ്പോ എന്താണ്, എല്ലതും ആണ്. അതായത് A, B, A ഉണ്ടെങ്കിൽ എന്താണ്, A, B, A. ഇവിടെ ഇപ്പൊ എന്താണ്, എയും ബി ഒക്കെ സെയിം ആണ്. അതുകൊണ്ട് എന്താണ്, അത് സിമെട്രിക് ആണ്. ദെൻ ഈ 3 എലമെന്റും ഇറ്റ്സെൽഫ് റിലേറ്റഡ് ആയതുകൊണ്ട് റിഫ്ലെക്സീവും ആണ്. ദെൻ 1,1 2,2 3,3 ആണുള്ളത്. അതായത് നമുക്ക് എന്തില്ല, B, A അങ്ങനെ ഒരു സംഭവം ഇല്ല. ഓക്കെ, എങ്ങനെ 1,1 ദെൻ 1 സ്റ്റാർട്ട് ചെയ്യേണ്ട വേറെ ഏതും ഇല്ല. അതായത് A, B ഉണ്ടായിട്ട് B, A എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഇല്ല. ഇനിയിപ്പോ അത് B, A എന്ന് പറയുന്നത് എന്താക്കി എടുക്കാം, 1 ആക്കി എടുക്കാം, ഈ ഒരു എലമെന്റ് തന്നെ ആക്കി എടുക്കാം. ദെൻ A, C എന്താണ്, അതന്നെ ആയിരിക്കാം. എല്ലാതും ആ ഒരു എലമെന്റ് ആയിട്ട് തന്നെ വരുന്നത്. അതുകൊണ്ട് ഈ തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, സിമെട്രിക്കും ആണ്, റിഫ്ലെക്സീവും ആണ്, ദെൻ ട്രാൻസിറ്റീവും ആണ്. ഓക്കെ, ദെൻ ഫോർത്ത് ഓപ്ഷന്റെ കാര്യം പറയുകയാണെങ്കിൽ 1,1 1,2 1,2 വന്നിട്ട് എന്ത് വരണം, 2,1 വന്നെങ്കിൽ എന്താവുള്ളൂ, അത് സിമെട്രിക് ആവുള്ളൂ. അപ്പൊ ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് സിമെട്രിക് അല്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബാക്കി കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനിയിപ്പോ അത് ട്രാൻസിറ്റീവ് അല്ലാത്തതിന്റെ കാരണം എന്ന് പറയുമ്പോൾ എന്താണ്, 1,1 അതായത് A, B, B, C അതായത് 1,2 വന്നു. ദെൻ എന്തുണ്ടാവണം,
2 അതും ഇവിടെ ഉണ്ട്. ദെൻ 2,3ന്റെ കേസിൽ എന്തില്ല, 3, പറഞ്ഞിട്ട് ഒരു എലമെന്റ് വരാത്തത് കൊണ്ട് എന്താണ്, ഇത് ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ സിമെട്രിക് അല്ല, ബട്ട് ട്രാൻസിറ്റീവ് ആണ്. നമ്മളെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചത്, സിമെട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആവരുത്, റിഫ്ലക്റ്റീവ് ആവരുത്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒറ്റ ഒരു ഓപ്ഷനേ ഇതിലുള്ളൂ, അത് എന്ന് പറയുന്നത് ബി ഓപ്ഷൻ ആണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ഓപ്ഷൻ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ലെറ്റ് ആർ ബി എ റിലേഷൻ ഇൻ ദ സെറ്റ് എൻ given by r equal to a comma b such that a plus b equal to 5 and comma b greater than 1. അപ്പോൾ ഇവിടെ റിലേഷൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, എ കോമ ബിയിൽ എ പ്ലസ് ബി എന്ന് പറയുന്നത് 5 ആയിരിക്കണം, ദെൻ ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. അപ്പോൾ കോമ്പിനേഷനിൽ എൻ്റെയും ബിന്റെയും സമ്മ് 5 ആവണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, ബി ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പൊ ഈ 4 ഓപ്ഷനിൽ നോക്കിയ ബി ഗ്രേറ്റർ ദാൻ 1 വരുന്ന ഒറ്റ ഒരു ഓപ്ഷൻ മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. അതെന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഈ ഫസ്റ്റ് ഓപ്ഷനിൽ എന്താണ്, അപ്പൊ രണ്ട് കണ്ടീഷനും എന്താണ്, ബി ഗ്രേറ്റർ ദാൻ 1, ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒറ്റ ഓപ്ഷൻ ഇവിടെ തന്നിട്ടുള്ളൂ, അതെന്ന് പറയുന്നത് എ ആണ്. ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫൈനലൈസ് ചെയ്യാം. ആൻസർ എന്ന് പറയുന്നത് എ ഓപ്ഷൻ ആണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം എ പ്ലസ് ബി എന്ന് പറയുന്നത് 5 ആണോ എന്നുള്ളത്. ഇവിടെ 2+3 എന്താണ്, 5 ആണ്. രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ നോക്കിക്കേ, 2 എന്ന് പറയുന്നത് എന്താണ്, സോറി, ഗ്രേറ്റർ 2 ഗ്രേറ്റർ ദാൻ 1 തന്നെയാണ്, സോറി. സോ ഇവിടെ നമ്മൾ പിന്നെ എന്ത് കണ്ടീഷനാണ് നമ്മൾ നോക്കുന്നത്, എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്, 4+2 എന്ന് പറയുന്നത് എന്താണ്, 6 ആണ്. സോറി ട്ടോ, ഞാൻ ആദ്യം പറഞ്ഞത് ബി ഗ്രേറ്റർ ദാൻ 1 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ എന്നുള്ളതാണ്, തെറ്റാണ്. ബി ഓപ്ഷനിലും എന്താണ്, ബി ഗ്രേറ്റർ ദാൻ 1 ആണ്, സോറി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എ പ്ലസ് ബി വെച്ചിട്ട് തന്നെ നോക്കണം. എ പ്ലസ് ബി 5 വരുന്നത് ഒറ്റ ഓപ്ഷൻ ഏത്, 2+3യും എ ഓപ്ഷനും ഡി ഓപ്ഷനിലും 5 തന്നെയാണ് വരുന്നത്. പക്ഷെ ഡി ഓപ്ഷനിൽ എന്താണ്, ബി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. സോ അതുകൊണ്ട് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ഓപ്ഷൻ ആണ്. ഇവിടെ ബിയിലും സിയിലും പറയുമ്പോൾ എ പ്ലസ് ബി എന്ന് പറയുന്നത് ഇവിടെ ബിയിൽ 6ഉം സിയിൽ എന്താണ് 3യും ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒറ്റ ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ മാത്രമാണ്. ഓക്കെ, സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ മിസ്റ്റേക്കിന് സോറി ട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് a1, a2 belongs to R implies that a2, a1 belongs to R. അതായത് a1, a2 ഉം a2, a1 ഉം belongs to R ആണ്. For all a1, a2 belongs to A. അതായത് റിലേഷൻ പറയാണ്. റിലേഷനിൽ എന്തുണ്ട്, ഒരു റിലേഷൻ എ എന്നൊരു സെറ്റിൽ ഡിഫൈൻ ചെയ്ത റിലേഷൻ ആണ് R. ആ ആറിൽ ആരൊക്കെയുണ്ട്, a1, എ എന്ന് പറയുന്ന ഒരു സെറ്റിൽ ഡിഫൈൻ ചെയ്ത റിലേഷൻ ആണ് എന്ത്, R. ആ ആറിൽ ആരൊക്കെയുണ്ട്, a1, a2 ഉണ്ട്, ദെൻ a2, a1 ഉണ്ട്. ദെൻ പറയുന്നത് എന്താണ്, a1 ഉം a2 എന്താണ്, ബിലോങ്സ് ടു എ ആണ്. സോറി, R അല്ല, എ ആണ്. എ എന്ന് പറഞ്ഞ സെറ്റിൽ എലമെന്റ്സ് തന്നെയാണ്. ഇത് എന്ന് പറയുന്നത് വിച്ച് ടൈപ്പ് ഓഫ് റിലേഷൻ ഉള്ള കണ്ടീഷൻ ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദിസ് കണ്ടീഷൻ ഈസ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻ. ഇത് ഏതിനുള്ള റിലേഷൻ ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം എന്താണ് ഇത് പറയുന്നത്, നമുക്ക് എ കോമ ബിയും ബി കോമ എയും ഉണ്ടാവുക എന്ന് പറയുന്നത് എന്താണ്, സിമെട്രിക് റിലേഷന്റെ കണ്ടീഷൻ ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സി ഓപ്ഷൻ ആണ്. ഇവിടെ ഇപ്പൊ ബിക്ക് പകരം a2 എന്ന് പറഞ്ഞു മാത്രം. അതായത് a1, a2 ഉണ്ട്, a2, a1 ഉണ്ട്. അതായത് a, ബിയും ബി, എയും ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അതെന്ന് പറയുന്നത് എന്താണ്, സിമെട്രിക് റിലേഷന്റെ കണ്ടീഷൻ ആണ്. സോ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഡിഫൈൻ n to n is defined by f of x equal to x square plus 12. What is the type of function? ഈ ഫംഗ്ഷൻ ഏത് ടൈപ്പ് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ
നോക്കിക്കേ, ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു റേഞ്ച് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കും. അതായത് നാച്ചുറൽ നമ്പറിന് നാച്ചുറൽ നമ്പറിലേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് 12 ആണ്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോ നമ്മൾ ഇത് എക്സ് സ്ക്വയർ പ്ലസ് 12, അതായത് ഏത് എക്സിന് ഏത് വാല്യൂ ഇട്ടാലും എന്തുണ്ടാവും, നാച്ചുറൽ നമ്പർ ആണല്ലോ. അപ്പോൾ എക്സിന് ഏത് വാല്യൂ ഇട്ടാലും, നമ്മൾ 1 ഇട്ടാലും 2 ഇട്ടാലും 3 ഇട്ടാലും നാച്ചുറൽ നമ്പേഴ്സ് മാത്രമാണ്. സോ ഇൻഡിജേഴ്സ്, പോസിറ്റീവ് ഇൻഡിജേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്ത് വരും, മൈനസ് ഡിജിറ്റ്സ് വരും. -1, -2, സോറി, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എങ്കിലും ഞാൻ ഇവിടെ പറയാണ്. ഇപ്പോൾ നമ്മൾ ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, 0, -1, -2 എക്സെട്ര ഇൻഫിനിറ്റി. ഇവിടെ +1, +1, +2 എക്സെട്ര ഇൻഫിനിറ്റി. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. ബട്ട് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് n എന്ന് പറഞ്ഞിട്ട് ഇൻഡിജേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് z-ലാണ്. നാച്ചുറൽ നമ്പേഴ്സ് n എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്, പോസിറ്റീവ് z-നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോസിറ്റീവ് ഇൻഡിജേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ ഇത് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം. ഇവിടെ ഇപ്പോ നമുക്കറിയാം എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് 12 എന്നാണ്. അപ്പൊ നമുക്കറിയാം എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ് മൈനസ് ആയാലും മൈനസ് വാല്യൂ ആയാലും പ്ലസ് വാല്യൂ ആയാലും എക്സ് സ്ക്വയർ വരുമ്പോൾ അതെന്താവും, പോസിറ്റീവ് വാല്യൂ ആവും. ഓക്കെ. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താണ്, ഈ ഒരു റിലേഷന് എന്തുണ്ടാവും, എക്സിന് പകരം മൈനസ് വാല്യൂ കൊടുത്താലും, ഇപ്പം -1 കൊടുത്താലും +1 കൊടുത്താലും എന്താണ്, സെയിം വാല്യൂ ആണ് എക്സ് സ്ക്വയർ പ്ലസ് 12 എന്നുള്ള വാല്യൂ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ നമുക്ക് തരാം. ഇത് സെയിം വാല്യൂ തരാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്താവണം, അത് നാച്ചുറൽ നമ്പേഴ്സിൽ മാത്രം ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ എന്ത് തരും, ഈ ഫംഗ്ഷന് ഈ ഫംഗ്ഷന് -1നും 1നും എന്തുണ്ടാവും, സെയിം എലമെന്റ് ആണ് എന്താണ്, ബി എന്ന സെറ്റിൽ റിലേഷൻ ആയിട്ട് വരിക, അതായത് ഇമേജ് ആയിട്ട് വരിക. ഓക്കെ. അതുകൊണ്ടാണ് അത് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞത്. ഇവിടെ ഇപ്പൊ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇത് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് n ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പോസിറ്റീവിനെ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ. ഇത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബൈജക്റ്റീവ് ആവുക എന്നുള്ളതാണ്. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാല് 1 ആവണം, ഓൺ 2 ആവണം. അതാണ് ബൈജക്റ്റീവ്. ഇനി 1 എന്താണ്, ഓൺ 2 എന്താണെന്നുള്ളത് പറയാം. 1 എന്ന് പറയുമ്പോൾ ഇപ്പോൾ എ എന്നുള്ളൊരു ഇതും ബി എന്നുള്ളൊരു രണ്ട് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എയിലെ എല്ലാ എലമെന്റ്സിനും, എയിൽ കുറച്ച് എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കിക്കോ, എയിലെ എല്ലാ എലമെന്റ്സിനും ഡിഫറെന്റ് എലമെന്റ്സ് റിലേറ്റഡ് ആയിട്ട് ബിയിൽ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത്, അങ്ങനെ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 1 ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് എല്ലാ എയിലെ ഓരോ എലമെന്റ്സിനും ഡിഫറെന്റ് എലമെന്റ്സ് ആണ് ഇവിടെ ബിയിൽ ഉണ്ടാവുന്ന ഇമേജ് എന്ന് പറയുന്നത്. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ 1 എന്ന് പറയുന്നത്. ഇനി ഓൺ 2 എന്ന് പറയുമ്പോൾ എന്താണ്, ബിയിലെ എല്ലാ എലമെന്റ്സിനും എന്തുണ്ട്, എയില് കറസ്പോണ്ടിങ് റിലേഷൻ ഉണ്ട് എന്നുള്ളതിന് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓൺ ടു റിലേഷൻ എന്ന് പറയുന്നത്. അതായത് റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, കോഡൊമൈൻ ആയിരിക്കും. ഓക്കെ. നമ്മള് എ എന്നുള്ള സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൊമൈൻ എന്ന് പറയുന്നത്. ബി എന്നുള്ള സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോഡൊമൈൻ എന്ന് പറയുന്നത്. ബി എന്ന സെറ്റിനെ മൊത്തമാണ് നമ്മൾ കോഡൊമൈൻ എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറയുന്നത് റിലേഷനുള്ള ആ ഒരു പെർട്ടിക്കുലർ എലമെന്റ്സിന് മാത്രമേ നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺ ടു ഫംഗ്ഷൻ ആവുമ്പോൾ എന്താണ്, റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആണ്. അതായത് ബിയിലെ എല്ലാ എലമെന്റ്സിനും റിലേറ്റഡ് ആയിട്ട് എന്റെ എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഓൺ ടു എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഓൺ ടും 1 ആയിട്ടുള്ള എന്തിനെ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷന് ബൈജക്റ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇപ്പൊ നമുക്കറിയാം ഇത് ബൈജക്റ്റീവ് ആവണം, 1 ആണ് എന്തായാലും. അതായത് ഏതൊരു നാച്ചുറൽ നമ്പർ എടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫംഗ്ഷനിൽ അതിന് കറസ്പോണ്ടിങ് എന്തുണ്ടാവും, ഒരു എലമെന്റ് അപ്പുറത്ത് ബി പറഞ്ഞ സെറ്റിൽ ഉണ്ടാവും. അത് ഉറപ്പാണ്. നമുക്ക് 1 കൊടുത്താലും 2 കൊടുത്താലും 3 കൊടുത്താലും ഒക്കെ ഉണ്ടാവും. ബട്ട്
അതിന്റെ നേരെ ഓപ്പോസിറ്റ് ബിയിലുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും എന്ത് ഉണ്ടാവില്ല, കറസ്പോണ്ടിങ് എലമെന്റ് എന്ത് ഉണ്ടാവില്ല, എൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് 1 ആണ്, ബട്ട് ഓൺ ടു അല്ല. ഓക്കെ, അതുകൊണ്ട് ഇത് ബൈജക്റ്റീവ് അല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, സർജക്റ്റീവ് ആണോ എന്നുള്ളത്. സർജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൺ ടു ഫംഗ്ഷന്റെ മറ്റൊരു പേരാണ് എന്ത്, സർജക്റ്റീവ് എന്ന്. അപ്പൊ ഓൺ ടു അല്ല എന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. സോ ഇത് സർജക്റ്റീവും അല്ല, ബൈജക്റ്റീവും അല്ല. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻജക്റ്റീവ്. ഇൻജക്റ്റീവ് പറഞ്ഞാൽ എന്താണ്, ഇൻജക്റ്റീവ് എന്ന് പറഞ്ഞാൽ വണ്ണിനെ സോറി ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞത്, ബൈജക്റ്റീവ് അല്ല. അതായത് ബൈജക്റ്റീവ് പറഞ്ഞാൽ 1 ആവണം, ഓൺ ടു ആവണം. ഇവിടെ ഇത് ഓൺ ടു അല്ലാത്തതുകൊണ്ട് അത് ബൈജക്റ്റീവ് അല്ല. ദെൻ സർജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൺ ടു ഫംഗ്ഷന്റെ മറ്റൊരു പേരാണ് സർജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഇത് സർജക്റ്റീവും അല്ല. ദെൻ ഇൻജക്റ്റീവ്. ഇൻജക്റ്റീവ് പറഞ്ഞാൽ 1 ഫംഗ്ഷന് മറ്റൊരു പേരാണ് ഇൻജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് ഫംഗ്ഷൻ ഇൻജക്റ്റീവ് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ സി ഓപ്ഷൻ ആണ്. ദെൻ ഡി ഓപ്ഷനിൽ എന്താ പറയണത്, നെയ്തർ സർജക്റ്റീവ് നോർ ഇൻജക്റ്റീവ്. നമുക്കറിയാം ഇത് എന്ന് പറയുന്നത് ഇൻജക്റ്റീവ് ആണ്. ഇവിടെ ഇപ്പോ സി ഓപ്ഷനിൽ പറയുന്നത് എന്താണ്, സർജക്റ്റീവ് അല്ല, ഇൻജക്റ്റീവ് അല്ല എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻജക്റ്റീവ് ആണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ഓപ്ഷൻ ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോ ഇത് ഇൻജക്റ്റീവ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്, അത് നാച്ചുറൽ നമ്പറിന് നാച്ചുറൽ നമ്പറിലേക്കാണ് എന്ത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത്. ഇതിന് പകരം അത് റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ എന്താവാം, നമുക്ക് എന്ത് പറയാം, അത് എന്ന് പറയുന്നത് ബൈജക്റ്റീവ് ആവാം. ഓക്കെ, ബിയിലെ ഏത് നമ്പർ എടുത്ത് നോക്കിയാലും കറസ്പോണ്ടിങ് നമ്പർ എന്തുണ്ടാവും, ഉണ്ടാവും. കാരണം എയും ബിയും എന്താണ്, റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷൻ എന്താന്നുള്ളത് ആദ്യം നോക്കിയിട്ട് വേണം ഫംഗ്ഷൻ വിച്ച് ടൈപ്പ് ആണെന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ എഫ് ആർ ടു ആർ, അതായത് റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഈസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x³ - 8. ദ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ഈസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ് തന്നിട്ടുണ്ട്, 5x³ - 8 ആണ് തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആർ ടു ആർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ നോക്കിക്കേ, നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ എന്താണ്, എ എന്ന് പറഞ്ഞാൽ നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് എ ടു ബി ആണെന്നുണ്ടെങ്കിൽ എയിലെ എല്ലാ എലമെന്റ്സിനും ബിയിൽ എന്തുണ്ട്, ഡിഫറെന്റ് എന്തുണ്ട്, എലമെന്റ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതായത് ഇമേജ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. എക്സിന് ഏത് വാല്യൂ കൊടുത്താലും അതിന് കറസ്പോണ്ടിങ് വാല്യൂ എന്തുണ്ടാവും, ഡിഫറെന്റ് വാല്യൂ തന്നെ എന്തുണ്ടാവും, ബിയിൽ ഉണ്ടാവും. ഓക്കെ, അത് എന്തുകൊണ്ടാണ് ഡിഫറെന്റ് വാല്യൂ തന്നെ ബിയിൽ ഉണ്ടാവും നമ്മൾ പറയാൻ കാരണം എന്താണ്, ഇവിടെ എന്ന് പറയുന്നത് ക്യൂബിക് ഫംഗ്ഷൻ ആണ്, x³ ആണ്. x³ പകരം x² ആണെന്നുണ്ടെങ്കിൽ എന്താവും, ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആറിൽ ഏതൊക്കെയുണ്ട്, പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവും, നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ x² ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും ഷോ ചെയ്യുന്ന ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇവിടെ x³ ആയതുകൊണ്ട് എന്താണ്, അത് ഓരോ നമ്പറും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഡിഫറെന്റ് വാല്യൂ തന്നെയാണ് അത് തരിക. ഓക്കെ, കാരണം എന്താണ്, x³ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ x² പറഞ്ഞാല് അതൊരു പോസിറ്റീവ് സംഖ്യ തന്നെ ആയിരിക്കും. x³ എന്ന് പറഞ്ഞാൽ മൈനസ് നമ്പറിന്റെ x³ പറഞ്ഞാൽ എന്താണ്, അത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് നമ്പറിന്റെ ക്യൂബിക് എന്ന് പറഞ്ഞാൽ, ക്യൂബ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. ഓക്കെ, പക്ഷെ x²ന്റെ പോസിറ്റീവ് സോറി x² എന്ന് പറയുന്നത് നെഗറ്റീവ് സംഖ്യന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, അത് പോസിറ്റീവ് ആവും. പക്ഷെ എന്ത്, നെഗറ്റീവ് സംഖ്യന്റെ ക്യൂബ് എന്ന് പറയുന്നത് എന്താവില്ല, പോസിറ്റീവ് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു ഫംഗ്ഷന് ഡിഫറെന്റ് വാല്യൂ, ഡിഫറെന്റ് ഇമേജ് തന്നെ ബിയിൽ ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പൊ എന്ത് പറയാം, 1 ആണെന്നുള്ളത് നമുക്ക് എന്തായാലും കൺഫേം ചെയ്യാം. ഇനി അത് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൺ ടു ആണോ എന്നുള്ളതാണ്. ഓൺ ടു ആവണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബിയിലെ എല്ലാ എലമെന്റ്സിനും എന്തുണ്ടാവണം, കറസ്പോണ്ടിങ് പ്രീ ഇമേജ് എന്തുണ്ടാവണം, എൽ ഉണ്ടാവണം അല്ലേ.
അതാണ് ഓൺ ടു ആവാനുള്ള ഒരു കണ്ടീഷൻ. ഇവിടെ ഇപ്പൊ റിലേഷൻ ആർ ടു ആർ ആയതുകൊണ്ട് സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ എന്ത് നമുക്ക് പറയാം, ഇവിടെ എന്താ എന് കറസ്പോണ്ടിങ് എലമെന്റ് ബിയിൽ ഉണ്ടെങ്കിൽ ബിന് കറസ്പോണ്ടിങ് ആയിട്ട് എയിലും എലമെന്റ്സ് ഉണ്ടാവും. കാരണം ബിയിൽ എല്ലാ എലമെന്റ്സും, കാരണം എയും ബിയും ആ റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്തിലാണ്, ആർ ടു ആർ ആണ്. അതായത് റിയൽ നമ്പേഴ്സ് ടു റിയൽ നമ്പർ ആണ്. എല്ലാ നമ്പേഴ്സും ഇതിൽ എന്താണ് ഇൻക്ലൂഡഡ് ആണ്. സോ ബിയിൽ എല്ലാ എലമെന്റ്സിനും കറസ്പോണ്ടിങ് പ്രീ ഇമേജ് എന്തിലുണ്ടാവും, എയിലുണ്ടാവും. അതുകൊണ്ട് അത് ഓൺ ടു ആണ്. പക്ഷെ മെനി വൺ എന്ന് പറയുമ്പോൾ മെനി വൺ ആണോ എന്നുള്ളത്, മെനി വൺ എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ എയിലുള്ള എലമെന്റ്സ് ബിയിലെ ഒരു എലമെന്റിനായിട്ട്, അതായത് എയിലുള്ള ഒന്നോ രണ്ടോ എലമെന്റ്സ് ബിയിൽ ഒരു സെയിം എലമെന്റിനായിട്ട് റിലേറ്റഡ് ആവുക എന്നുള്ളതിന്, അങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെനി വൺ എന്ന് പറയുന്നത്. അതായത് എയിലുള്ള ഡിഫറെന്റ് എലമെന്റിന് ബിയിൽ സെയിം ഇമേജ് ഉണ്ടാവുക, അതാണ് മെനി വൺ എന്ന് പറയുന്നത്. അതൊരിക്കലും ഇവിടെ ഒരു എക്സ് ക്യൂബ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതൊരിക്കലും പോസിബിൾ അല്ല. ഇൻ കേസ് അത് എക്സ് സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മേ ബി പോസിബിൾ. ഓക്കെ, അപ്പൊ ഇതെന്തല്ല, മെനി വൺ അല്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, വൺ വൺ ആൻഡ് ഓൺ ടു ആണെന്ന് മനസ്സിലായി. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ബോത്ത് വൺ വൺ ആൻഡ് ഓൺ ടു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഇതിൽ സെർച്ച് ചെയ്ത സമയത്ത് പല സൈറ്റിലും പല യൂട്യൂബ് വീഡിയോസിലും ഒക്കെ മെനി വൺ എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ അവർ പറയുന്ന പ്രൂഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ ഇവിടെ കാണിക്കാം. തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് ഞാനത് ഇവിടെ പറയുന്നത്. എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എടുത്തിട്ട് അവർ ചെയ്തത് 5x1³ മൈനസ് 8 ഈക്വൽ ടു 5x2³ മൈനസ് 8. സോ 8ഉം 8ഉം ക്യാൻസൽ ആയി 5x1³ ഈക്വൽ ടു 5x2³ എന്ന് എടുത്തു. ദെൻ 5ഉം 5ഉം ക്യാൻസൽ ആയി. ദെൻ x1³ ഈക്വൽ ടു x2³ എന്ന് എഴുതി. ദെൻ അഗൈൻ നെക്സ്റ്റ് അവർ എഴുതിയ സ്റ്റെപ്പ് എന്ന് പറയുന്നത് therefore x1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് x1 എന്നാണ്, x2 എന്നാണ് എഴുതിയത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആവുമ്പോഴാണ് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. എക്സ് ക്യൂബിന്റെ കേസിൽ ഈ ഇത് എഴുതുന്നത് എന്താണ്, തെറ്റാണ്. ഈ ഒരു സംഭവം വെച്ചിട്ടാണ് അവരെന്ത് പറഞ്ഞത്, ഇത് മെനി വൺ ഫംഗ്ഷൻ ആണ് എന്നുള്ളത് പറഞ്ഞത്. അത് നമ്മള് തെറ്റിദ്ധരിക്കപ്പെടേണ്ട. പല സൈറ്റിലും പല യൂട്യൂബ് വീഡിയോസിലും ഈ ഒരു സെയിം സംഭവം കണ്ടിട്ടുണ്ട്. ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയ x1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് x2 എന്നുള്ളത് അത് തെറ്റായ ഒരു സ്റ്റെപ്പാണ്. അതുകൊണ്ടാണ് അത് മെനി വൺ എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ അവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ശരിക്കും വൺ വൺ ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സെറ്റിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു 1,2,3 ആൻഡ് ബി ഈക്വൽ ടു 4,5,6. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് ബൈജക്റ്റീവ്. ബൈജക്റ്റീവ് ആവുന്ന ഫംഗ്ഷൻ ഏതാന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ബൈജക്റ്റീവ് ആവുകയാണെന്നുള്ള, ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബോത്ത് വൺ വൺ ആൻഡ് ഓൺ ടു. വൺ വൺ എന്ന് പറഞ്ഞാൽ എല്ലാ എലമെന്റ്സിനും ഡിഫറെന്റ് ഇമേജ് ബിയിൽ ഉണ്ടാവുക. ദെൻ ഓൺ ടു ആവണമെന്നുണ്ടെങ്കിൽ ബിയിലെ എല്ലാ എലമെന്റ്സിനും എയില് പ്രീ ഇമേജ് ഉണ്ടാവുക. അല്ലെങ്കിൽ എന്തും കൂടി നമുക്ക് എന്ത് പറയാം, ഓൺ ടു ആവണമെന്നുണ്ടെങ്കിൽ കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച് എന്ന് പറയാം. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഉണ്ടാവും ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക. ഫസ്റ്റ് ഓപ്ഷനിൽ എങ്ങനെയാ വന്നിട്ടുള്ളത്, 2,2 4 2,4 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 4 റിലേറ്റഡ് ആണ്, 2 5 റിലേറ്റഡ് ആണ്, 2 6 റിലേറ്റഡ് ആണ്. അതായത് എ ബി എന്ന് എടുക്കുകയാണ്. എയിൽ ആരൊക്കെയുള്ളത്, 1 2 3. ബിയിൽ 4 5 6. ഇവിടെ ഇപ്പോൾ 1ഉം ഇവിടെ ഫസ്റ്റ് ഓപ്ഷനിൽ തന്ന റിലേഷൻ പ്രകാരം, ഫംഗ്ഷൻ പ്രകാരം 2 എല്ലാ എലമെന്റ്സ് ബിയിലെ എല്ലാ എലമെന്റ്സിനായിട്ട് റിലേറ്റഡ് ആണ്. ബട്ട് 1നും 3നും എന്തില്ല, ഇമേജ് ഇല്ല. സോ ഇതെന്തല്ല, 1 1 അല്ല. ഓക്കെ, എയിലെ എല്ലാ എലമെന്റ്സിനും ഡിഫറെന്റ് ഇമേജ് ബിയിൽ ഉണ്ടെങ്കിൽ അത് എന്താവുള്ളൂ, 1 1 ആവുള്ളൂ. സോ എ ഓപ്ഷൻ എന്തല്ല, 1 1 അല്ല. 1 1 അല്ലാത്തത് കൊണ്ട് അതെന്തും അല്ല, ബൈജക്റ്റീവ് അല്ല. ഓക്കെ, ദെൻ ഇനി ബി ഓപ്ഷൻ എന്താന്ന് നോക്കാം.
ബി ഓപ്ഷനിൽ വരുമ്പോൾ സോറി ബി ഓപ്ഷനിൽ നോക്കാം. ബി ഓപ്ഷനിൽ എന്താണ് കാണിക്കുന്നത്? 1 5-8 റിലേറ്റഡ് ആണ്. ദെൻ 2 4-8 റിലേറ്റഡ് ആണ്. 3 എന്താണ് 4-8 റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോ ഇവിടെ നോക്കിക്കേ, 2ഉം 3ഉം എന്തിനാണ് 4-8 ആണ് റിലേറ്റഡ് ആയത്. അതായത് 2നും 3ക്കും സെയിം ഇമേജ് ആണ്, ഡിഫറെന്റ് ഇമേജ് അല്ല. സോ അതെന്തല്ല 1 1 അല്ല. ഇനി അത് ഓൺ ടു അല്ല. എന്തുകൊണ്ട്? 6ന് എന്തില്ല, ബിയിൽ എന്തില്ല, പ്രീ ഇമേജ് ഇല്ല. സോ ഓൺ ടു അല്ല, 1 1 അല്ല, ഓൺ ടു അല്ല. സോ അതെന്തല്ല, ബി ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തല്ല, ബൈജക്റ്റീവ് അല്ല. സോ അതും നമുക്ക് എന്ത് വിടാം, ആൻസർ അല്ല എന്ന് പറയാം. ദെൻ സി ഓപ്ഷൻ നോക്കുക. സി ഓപ്ഷനിൽ നോക്കിക്കേ, സി ഓപ്ഷനിൽ 1 4-8 റിലേറ്റഡ്, ദെൻ 1 5-ന്, ദെൻ 1 6-ന്. ഇവിടെയും നമ്മൾ ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞ പോലെ 2നും 3ക്കും എന്തില്ല, ഇമേജ് ഇല്ല. സോ 1 1 അല്ല. 1 1 അല്ലാത്തത് കൊണ്ട് എന്തല്ല, അത് ബൈജക്റ്റീവ് അല്ല. ദെൻ ലാസ്റ്റ് ഓപ്ഷൻ നോക്കുക. ലാസ്റ്റ് ഓപ്ഷനിൽ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ലാസ്റ്റ് ഓപ്ഷനിൽ 1 4-8 റിലേറ്റ് ചെയ്തു, ദെൻ 2 5, ദെൻ 3 6. ഇവിടെ നോക്കിക്കേ, എയിലെ എല്ലാ എലമെന്റ്സിനും ഡിഫറെന്റ് ഇമേജുകൾ ബിയിലുണ്ട്. ബിയിലെ എല്ലാ എലമെന്റ്സിനും എന്തുണ്ട്, പ്രീ ഇമേജ് എയിലും ഉണ്ട്. സോ ഇതെന്താണ്, ബോത്ത് 1 1 ആൻഡ് ഓൺ ടു ആണ്. ബോത്ത് 1 1 ആൻഡ് ഓൺ ടു. ദാറ്റ് മീൻസ് എന്താണ്, ഇത് എന്ന് പറയുന്നത് ബൈജക്റ്റീവ് റിലേഷൻ ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ഓപ്ഷൻ ആണ്. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫംഗ്ഷൻ a function from set A to set B, every element of set A has a dash image in set B. അപ്പോൾ ഒരു ഫംഗ്ഷന്, രണ്ട് സെറ്റിന്റെ ഇടയിൽ ഒരു ഫംഗ്ഷന് എന്ത് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റ് എയിലെ എല്ലാ എലമെന്റ്സിനും എന്തുണ്ടായിരിക്കണം, എങ്ങനത്തെ ഇമേജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം 1 and only 1 ഇമേജ് ഇൻ സെറ്റ് ബി. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫംഗ്ഷൻ ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 1 and only 1 ഇമേജ് ഇൻ സെറ്റ്. ഓക്കെ, അതാണ് അതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. കൂടുതൽ എക്സ്പ്ലനേഷൻ അതിൽ തരാനില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് എഫ് തന്നിട്ടുണ്ട്. ഒരു എ പി തന്നിട്ടുണ്ട്. എ പിന്റെ 12th ടേം കാണാനാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മളെ nth ടേം കാണാനുള്ള, അല്ലെങ്കിൽ nth ടേമിന്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, nth ടേം നമ്മൾ ടി എൻ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ടി എൻ കാണാനുള്ള ഫോർമുല എന്താണ്, എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ടേം ആണ്. ദെൻ എൻ എന്ന് പറയുന്നത് എത്ര ടേം ആണ് എന്നുള്ളതിനെ ഡിനോട്ട് ചെയ്യുന്നു. ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് എന്താണ് ക്വസ്റ്റ്യനിൽ വാല്യൂസ് അപ്ലൈ ചെയ്യാന്നുള്ളത് മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, എ പി ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേം എ പി എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്, 3 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ T12 ആണ്, 12th ടേം ആണ് കാണുന്നത്. എ എന്ന് പറയുന്നത് 3 ആണ്. ദെൻ n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ n എന്ന് പറയുന്നത് എന്താണ്, 12 ആണ്. 12 മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെയുള്ള കോമൺ ഡിഫറൻസ് എന്താണ്, 5 മൈനസ് 3 അല്ലെങ്കിൽ 7 മൈനസ് 5, അതും അല്ലെങ്കിൽ 9 മൈനസ് 7. ഏത് കോമ്പിനേഷനിലെ ഡിഫറൻസ് കണ്ടാലും എന്താണ് നമുക്ക് കിട്ടുന്നത്, 2 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താണ്, 2 ആണ്. ദാറ്റ് മീൻസ് 3 പ്ലസ് 12 മൈനസ് 1 എന്ന് പറയുമ്പോൾ 11 ഇൻറ്റു 2. 11 ഇൻറ്റു 2 3 പ്ലസ് 11 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 22. സോ ആൻസർ ഈസ് 25. അപ്പോൾ 12th ടേം എന്ന് പറയുന്നത് എന്താണ്, 25 ആണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്.
അപ്പോൾ നമ്മളെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ഓപ്ഷൻ ആണെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഓപ്ഷൻ 12 ആണ്, സെക്കൻഡ് ഓപ്ഷൻ 21 ആണ്, സി ഓപ്ഷൻ 22 ആണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 25 ആണ്. സോ നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്, ഫോർമുല എന്ന് പറയുന്നത് ടി എൻ, അതായത് nth ടേം കാണാനുള്ള ഇക്വേഷൻ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ടി. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക. ഇതാണ് ടേംസുകൾ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇഫ് തേർഡ് ടേം ഓഫ് ആൻ എ പി ഈസ് 6 ആൻഡ് ഫിഫ്ത്ത് ടേം ഓഫ് എ പി ഈസ് 12 ദെൻ ഫൈൻഡ് ദ 21st ടേം ഓഫ് എ പി. അപ്പോൾ സെയിം കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് നമ്മളോട് പറയുന്നത്. എന്താണ് തേർഡ് ടേം? തേർഡ് ടേം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ട സെയിം റിലേഷൻ, സെയിം ഫോർമുല യൂസ് ചെയ്ത് ടി എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു. അപ്പോൾ തേർഡ് ടേം T3 എന്ന് പറയുന്നത് എന്താണ്? T3 പറയുമ്പോൾ എ പ്ലസ് എൻ മൈനസ് 1 എന്ന് പറയുമ്പോൾ 3 മൈനസ് 1, ദാറ്റ് എ പ്ലസ് 2D. അത് എത്രയെന്ന് തന്നിട്ടുണ്ട്? എ പ്ലസ് 3D 6 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എ പ്ലസ് 2D ഈക്വൽ ടു 6. ദെൻ തന്നിട്ടുള്ളത് എന്താണ്? ഫിഫ്ത്ത് ടേം, അതായത് എ പ്ലസ് 4D ഈക്വൽ ടു എന്താണ്? 12 ആണ് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണല്ലോ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇങ്ങനെയാണെങ്കിൽ 21st ടേം ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് 21st ടേം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? എയും കിട്ടണം, ഡിയും കിട്ടണം. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ദെൻ സെക്കൻഡ് ഇക്വേഷൻ, ദെൻ നമ്മൾ എന്ത് ചെയ്യും? ഈ സെക്കൻഡ് ഇക്വേഷനിൽ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ മൈനസ് ചെയ്യാണ്. അപ്പോൾ എന്തെഴുതാം? സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എ പ്ലസ് 4D മൈനസ് എന്താ എ പ്ലസ് 2D ഈക്വൽ ടു 6. ഓക്കെ, ഇത് നമ്മൾ മൈനസ് ചെയ്യുക. അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അപ്പോൾ എ പ്ലസ് 4D മൈനസ് എ പ്ലസ് 2D ഈക്വൽ ടു എന്ത് വരും? 12 മൈനസ് 6 ആണല്ലോ. അപ്പൊ എന്താണ്? എ പ്ലസ് 4D ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത മൈനസ് എ മൈനസ് ഇൻറ്റു പ്ലസ് വരുമ്പോൾ മൈനസ് 2D ഈക്വൽ ടു 12 മൈനസ് 6 പറയുമ്പോൾ 6. ദെൻ എയും എയും ക്യാൻസൽ ആയി. 4D മൈനസ് 2D പറയുമ്പോൾ 2D ഈക്വൽ ടു 6, D ഈക്വൽ ടു എന്ത് വരും? 3 എന്ന് വരും. അപ്പോൾ D ഈക്വൽ ടു 3 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനിലോ, ഫസ്റ്റ് ഇക്വേഷനിലോ അല്ലെങ്കിൽ സെക്കൻഡ് ഇക്വേഷനിലോ ഡിക്കുള്ള ഡിന്റെ വാല്യൂ പുട്ട് ചെയ്തിട്ട് എ കാണണം. അപ്പൊ നമുക്കറിയാം എ പ്ലസ് 2D എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. സോ എ എന്ന് പറയുമ്പോൾ 6 മൈനസ് 2D, അതായത് 6 മൈനസ് 2 ഇൻറ്റു 3. 6 മൈനസ് 2 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 6 മൈനസ് 6 ഈക്വൽ ടു എന്ത് തന്നു? 0. അപ്പോൾ എ എന്ന് പറയുന്നത് 0 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? ഡി എന്ന് പറയുന്നത് 3യും എ എന്ന് പറയുന്നത് 0 ആയി. ഇനി നമുക്ക് എന്ത് കാണാം? 21st ടേം കാണാം. അപ്പോൾ T21 എന്ന് പറയുമ്പോൾ എന്താണ്? T21 എന്ന് പറയുമ്പോൾ എ പ്ലസ് 21 എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഞാനത് ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് എഴുതാൻ 21 മൈനസ് 1 ഇൻറ്റു ഡി, അതായത് 0 പ്ലസ് 21 മൈനസ് 1 20 ഇൻറ്റു ഡി എന്ന് പറയുന്നത് എത്രയാണ്? 3. അപ്പോൾ ആൻസർ എന്ന് പറയുമ്പോൾ 20 ഇൻറ്റു 3 60. കറക്റ്റ് ആൻസർ സി ഓപ്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഇത്രയും പെട്ടെന്ന് ഓപ്ഷനിൽ എല്ലാ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന രീതി നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? If an AP is 17, 13, 19, find the sum of 22 terms. സോറി, 1,7,13 ആണ് കേട്ടോ. ഞാൻ റീഡ് ചെയ്തത് മാറി. എ പി എന്ന് പറയുന്നത് എന്താണ്? 1,7,13,19. ഓക്കെ,
അതാണ് എക്സെട്ര എന്നുള്ളതാണ് നമ്മളെ എ പി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സമ്മ് കാണാനുള്ള ഇക്വേഷൻ ആണ് നമ്മോട് സമ്മ് കാണാനാണ് നമ്മോട് പറയുന്നത്. അപ്പൊ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം എസ് എൻ ഈക്വൽ ടു എന്താണ്? n/2 ഇൻറ്റു എ പ്ലസ് സോറി 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? n/2 ഇൻറ്റു എ പ്ലസ് എൽ. ഇവിടെ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും എൽ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ടേം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഓപ്ഷൻ ഫസ്റ്റ് ഫോർമുല വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് 22 ടേംസിന്റെ സമ്മാണ് കാണാനുള്ളത്. അപ്പോൾ n എന്ന് പറയുന്നത് എന്താണ്? 22 ആണ്. അപ്പോൾ n പകരം 22 കൊടുക്കുക. 22/2 ഇൻറ്റു 2 ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് n മൈനസ് 1. n എന്ന് പറയുന്നത് 22 ആണ്. n മൈനസ് 1 എന്ന് പറയുമ്പോൾ 21. ഡി എത്രയാണ് ഇവിടെ വന്നിട്ടുള്ളത്? 6 ആണ് ഡി. അതായത് 7 മൈനസ് 1 ആയാലും 13 മൈനസ് 7 ആയാലും 19 മൈനസ് 30 ആയാലും ഒക്കെ എന്താണ്? 6 ആണ് എന്ത് കോമൺ ഡിഫറൻസ് ഡി വന്നിട്ടുള്ളത്. സോ 21 ഇൻറ്റു 6. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 22/2 എന്ന് പറയുമ്പോൾ 11. 11 ഇൻറ്റു 2 പ്ലസ് 21 ഇൻറ്റു 6 പറയുമ്പോൾ എന്താണ്? 6ഉം 6 ഇൻറ്റു 1 6, 6 ഇൻറ്റു 2 12, 126. സോ 11 ഇൻറ്റു 128. ഇതാണ് അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് സമ്മ് കിട്ടിയത്. ഇവിടെ നോക്കിക്കേ, 11 ഇൻറ്റു 128 ചെയ്ത് നോക്കി ടൈം കളയരുത്. നമുക്ക് എന്താ പറയുക, 11 ഇൻറ്റു 128 ആണ്. അപ്പോൾ 10 ഇൻറ്റു 128 എന്തായിരിക്കും? 1280. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ നോക്കുക. 1280നായിട്ട് അടുത്ത് നിൽക്കുന്ന ഓപ്ഷൻ ഏതാന്നുള്ളത് നോക്കുക. ഇതിലേക്ക് ഒരു 128 കൂടി ആഡ് ചെയ്താൽ 11 ഇൻറ്റു 128 ആണ്. അപ്പോൾ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാണ്ട് നോക്കുക. 1280നായിട്ട് അടുത്ത് നിൽക്കുന്ന 1280 അല്ലെങ്കിൽ 1280നേക്കാൾ കൂടുതലുള്ള വാല്യൂ ഇവിടെ ഓപ്ഷനിൽ ഏതാ തന്നിട്ടുള്ളത്? എ ഓപ്ഷൻ അതല്ല. ബി ഓപ്ഷനിൽ നോക്കിക്കേ. ബി ഓപ്ഷനിൽ 1204 ആണ്. അത് 1280നേക്കാൾ ലെസ് ആണ്. ദെൻ അതിനേക്കാൾ കൂടുതലുള്ള വാല്യൂസ് സിയും ഡിയും ആണ്. പക്ഷെ ഡി എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്, അതായത് 1600. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1408 ആണ്. കറക്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തുമ്പോഴേക്ക് ടൈം എന്താവും? പോവും. സോ നമ്മൾ പെട്ടെന്ന് ആൻസറിലേക്ക് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഉള്ളതിനനുസരിച്ച് നമ്മൾ ആൻസറിലേക്ക് എത്താൻ നോക്കുക എന്നുള്ളതാണ്. ഇവിടെ 11 ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്ത് നോക്കാം? 10ന്റെ ഇതെന്താ വരാന്ന്. അത് 1280 ആണ്. 1280 അടുത്ത് നിൽക്കുന്ന വാല്യൂ ഏതാന്നുള്ളത് നോക്കുക. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താ? 1408 ആണ്. ഓക്കെ, പിന്നെ കൺഫേം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ അപ്പോഴേക്കും നമ്മളുടെ ടൈം മറ്റ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാന്നുള്ള ടൈം എന്താ നമുക്ക് ലോസ് ആയി പോകുന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയണത്. Then next question. If in an AP first term is 20 and 12th term is 120, find the sum up to 12th term. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം എന്താണ്? 20 ആണ്. എ 20 ആണ് തന്നിട്ടുണ്ട്. ദെൻ 12th ടേം എന്താണ്? 120 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് സമ്മ് കാണാനുള്ളത് എന്താണ്? 12th ടേമിന്റെ സമ്മാണ് കാണുന്നത്. 12th ടേമിന്റെ സമ്മ് കാണാനാണ് ചോദിച്ചെന്നുണ്ടെങ്കിൽ 12th ടേമിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലാസ്റ്റ് ടേം ആക്കി എടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു സമ്മിന് എന്തൊരു ഇക്വേഷനും കൂടി ഉണ്ട്? n/2 ഡിവൈഡഡ് ബൈ എ പ്ലസ് എൽ എന്ന് പറഞ്ഞൊരു ഇക്വേഷനും കൂടി എന്തുണ്ട്? സമ്മ് കാണാനുണ്ട്. ഇതിൽ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും എൽ എന്ന് പറയുന്നത് ലാസ്റ്റ് ടേമും ആണ്. ഇവിടെ എൽ നമ്മൾ ലാസ്റ്റ് ടേം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഈ nth ടേമിനെയാണ് നമ്മൾ എന്ത് എല്ലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ നമുക്ക് 12th ടേമും ലാസ്റ്റ്
ഫസ്റ്റ് ടേമും തന്നിട്ടാണ് 12th ടേമിന്റെ സമ്മ് കാണാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാനേ ഉള്ളൂ. S12 എന്ന് പറയുമ്പോൾ എന്താണ് 12/2. നമ്മളെ ഇക്വേഷൻ എന്ന് പറയുന്നത് Sn ഈക്വൽ ടു n/2 ഇൻറ്റു എ പ്ലസ് എൽ എന്നുള്ളതാണ്. സോ ഇവിടെ എല്ലാം കറക്റ്റ് തന്നിട്ടുണ്ട്. n എന്ന് പറയുന്നത് 12 ആണ്. ദെൻ 12/2 ഇൻറ്റു എ എന്ന് പറയുന്നത് 20 പ്ലസ് 120. 12th ടേം അതായത് എൽ എന്ന് പറയുന്നത് 120. അപ്പൊ എന്ത് കിട്ടി നമുക്ക് 6 ഇൻറ്റു 20 പ്ലസ് 120 പറയുമ്പോൾ 140. ഓക്കെ, 140 ഇൻറ്റു 40 ഇൻറ്റു 6 എന്താണ് 6 4 24 then 2 16. ഓക്കെ, 2840 ആണ് കറക്റ്റ് ആൻസർ. സോ ബി ഓപ്ഷൻ ഈസ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഫോർമുലാസ് ഒക്കെ നമ്മൾ കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻസ് കറക്റ്റ് റീഡ് ചെയ്യുക. ഇതിപ്പോ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് മറ്റേ ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ മറ്റേ അതായത് Sn equal to n/2 ഡിവൈഡഡ് ബൈ a പ്ലസ് n മൈനസ് 1 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ആ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ പോയിട്ട് d ഫൈൻഡ് ചെയ്യാൻ പോകും. അപ്പൊ അത്രയും ടൈം ലോസ് ആവും. അപ്പൊ എല്ലാ ഫോർമുലാസും നമ്മൾ പഠിച്ചു വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇഫ് സെറ്റ് A equal to 1, 2, 3, 4 and set B equal to 3, 4, 5, 6. A മൈനസ് ബി കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് A മൈനസ് ബി എന്ന് പറയുന്നത്? A മൈനസ് ബി എന്ന് പറയുന്നത് എന്താണ്? എയില് ഉള്ളതും ബിയില് ഇല്ലാത്തതും ആയിട്ടുള്ള എലമെന്റ്സിന്റെ സെറ്റിനെയാണ് നമ്മൾ A മൈനസ് ബി എന്ന് പറയുന്നത്. എന്താണ്? എയിൽ ഉണ്ടായിരിക്കണം ബട്ട് ബിയിൽ ഉണ്ടാവാൻ പാടില്ല. അതാണ് A മൈനസ് ബിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഈ സെറ്റിലേക്ക് നോക്കിക്കോളൂ. എയിലുള്ളതും ബിയിലില്ലാത്തതും. 1 എന്തിലില്ല? എയിലുണ്ട് പക്ഷെ ബിയിലില്ല. അപ്പൊ A മൈനസ് ബിയിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? 1. ദെൻ 2 എയിലുണ്ട് ബിയിൽ ഇല്ല. സോ സെക്കൻഡ് എലമെന്റ് ആണ് 2. 3 എയിലുണ്ട് ബിയിലും ഉണ്ട്. സോ അത് A മൈനസ് ബിയിൽ വരൂല. 4 എയിലുണ്ട് ബിയിലും ഉണ്ട്. സോ 4ഉം A മൈനസ് ബിയിൽ വരൂല. സോ ആകെ A മൈനസ് ബിയിലുള്ള എലമെന്റ്സ് 1, 2 ആണ്. സോ അങ്ങനെ ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ സി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ സി ഓപ്ഷൻ ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഇപ്പോൾ എന്താ തന്നിട്ടുള്ളത്? സെറ്റ് എ ഈക്വൽ ടു 1, 2, 3 തന്നിട്ടുണ്ട്. ബി ഈക്വൽ ടു 2, 3, 4 തന്നിട്ടുണ്ട്. ദെൻ സി ഈക്വൽ ടു 2, 3, 5. ഡി ഈക്വൽ ടു 1, 3, 5, 7. ഫൈൻഡ് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി യൂണിയൻ ഡി. അപ്പോൾ എ യൂണിയൻ ബിന്റെയും സി യൂണിയൻ ഡിന്റെയും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എ യൂണിയൻ ബി എന്താണ് വരുന്നത് നോക്കാം. എ യൂണിയൻ ബിയിൽ എന്തൊക്കെയാ വരുന്നത്? 1, 2, 3, 4. നമ്മൾ എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് 2ഉം 3ഉം ഒന്നും 2 പ്രാവശ്യം നമ്മൾ എഴുതാത്തത്. ദെൻ സി യൂണിയൻ ഡിയിൽ ആരൊക്കെയാ വരുന്നത്? സി യൂണിയൻ ഡിയിൽ 1, 2, 3, 5, 7 ആണല്ലോ. 1, 2, 3, 5, 7. ഓക്കെ, ഇനി നമ്മളോട് എന്താ ചോദിച്ചത്? എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി യൂണിയൻ ഡി, അതായത് ഇതിന്റെ രണ്ടിന്റെ ഇന്റർസെക്ഷൻ, അതായത് ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ളത് ആരൊക്കെയാണ്? നോക്കിക്കോ. 1, 2, 3. പിന്നെന്താ? 4 സി യൂണിയൻ ഡിയിലില്ല. ദെൻ 5ഉം 7ഉം എ യൂണിയൻ ബിയിലും ഇല്ല. അപ്പൊ ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് 1, 2, 3 ആണ്. 1, 2, 3 എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് എ ആണ്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്.
Then next question, if A is set of natural number, A എന്ന് പറയുന്നത് set of natural number ആണ്, B എന്ന് പറയുന്നത് set of odd natural numberഉം C എന്ന് പറയുന്നത് set of even natural numberഉം ആണ്. Then find B intersection C. അപ്പോൾ B എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു? odd numbers ആണ്. B എന്ന് പറഞ്ഞാൽ odd numbers ഉം C എന്ന് പറഞ്ഞാൽ even numbers ഉം ആണ്. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് B intersection C ആണ്. അതായത് odd numbersലും even numbersലും കോമൺ ആയിട്ട് ആരാ ഉണ്ടാവുക? ആരും ഉണ്ടാവില്ല. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? നിൽ ആണ്. അതായത് 5. അതൊരു നൾ സെറ്റ് ആയിരിക്കും. എന്ത്? ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഡി ആണ്. ഇത് ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എന്താണ്? ഒരു നൾ സെറ്റ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിക്കേ, എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ. ഇവിടെ അത് എന്താണ് ഈക്വൽ ടു എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത്. ബി ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയിലും എയിലും കോമൺ ആയിട്ടുള്ളത്. സോ ഈ രണ്ട് ടേമും എന്താണ്? ഈക്വൽ ആണ്. അതായത് രണ്ടും ഒരേ സെറ്റ് ആണ്. അതിന്റെ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് സെറ്റിൽ എന്ത് ചെയ്യുന്നില്ല? റിപ്പീറ്റേഷൻ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്? ഒന്നെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ആണ്, അല്ലെങ്കിൽ എന്താണ്? ബി ഇന്റർസെക്ഷൻ എ ആണെന്ന് എഴുതാം. രണ്ടായാലും സംഭവം ഈക്വൽ ആണ്. സോ അത് ഓപ്ഷനിൽ ഏതാണ് തന്നിട്ടുള്ളത്? എ ഇന്റർസെക്ഷൻ ബി ആണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, പറഞ്ഞത് മനസ്സിലായില്ലേ? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാലും ബി ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാലും എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് എന്നാണ്. അതിന്റെ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. കാരണം എന്താണ്? നമ്മൾ സെറ്റിൽ എലമെന്റ്സ് എന്താ ചെയ്യുന്നില്ല? റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ എ ഇന്റർസെക്ഷൻ ബി ഓർ ബി ഇന്റർസെക്ഷൻ എ. നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ളത് എ ഇന്റർസെക്ഷൻ ബി ആണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ദാറ്റ് മീൻസ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദിസ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് റിലേഷൻ? ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ റിലേഷൻ ടൈപ്പ് ഓഫ് റിലേഷൻ അല്ലാത്തത് ഏതാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഒരു ടൈപ്പ് ഓഫ് റിലേഷൻ ആണ്. എ കോമ എ വരുന്ന റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്ലെക്സീവ് എന്ന് പറയുന്നത്. ദെൻ സർജക്റ്റീവ്. സർജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഓൺ ടു ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എ കോമ ബി ദെൻ ബി കോമ എ എന്നുള്ള റിലേഷനെയാണ് നമ്മൾ സിമെട്രിക് എന്ന് പറയുന്നത്. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എ കോമ ബി, ബി കോമ എ, ദെൻ ബി കോമ സി, ദെൻ എ കോമ സി. ഇതിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ സിമെട്രിക് ആണെങ്കിൽ ട്രാൻസിറ്റീവ്, സിമെട്രിക്, റിഫ്ലെക്സീവ് ഇത് മൂന്നും എന്താണ്? റിലേഷൻ ആണ്. ബട്ട് സർജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് സർജക്റ്റീവ് ആണ്. ടൈപ്പ് ഓഫ് റിലേഷൻ അല്ലാത്തത് എന്താണ്? സർജക്റ്റീവ് ആണ്. സർജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, റിഫ്ലെക്സീവ് ആണെങ്കിലും സിമെട്രിക് ആണെങ്കിലും ട്രാൻസിറ്റീവ് ആണെങ്കിലും അത് ഒരു ടൈപ്പ് ഓഫ് റിലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് എക്സ് ഈസ് ലെറ്റർ ഓഫ് വേർഡ് ഇൻ ട്രിഗണോമെട്രി. അപ്പൊ സെറ്റ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ട്രിഗണോമെട്രി എന്നുള്ള വേർഡിലെ ലെറ്റേഴ്സ് എത്രയാണ്? എക്സ് ഈസ് എ ലെറ്റർ ഓഫ് വേർഡ്. ട്രിഗണോമെട്രിയിലുള്ള ലെറ്റേഴ്സ് ആണ് എന്താണ് സെറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ എന്താണ്? ഒരു സെറ്റ് തന്നിട്ടുണ്ട്, നമ്മൾ എ ആയിട്ട് എടുക്കുകയാണ്. ആ സെറ്റ് എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രിയിലുള്ള എലമെന്റ്സ് ലെറ്റേഴ്സ് ആണ്. അപ്പൊ ട്രിഗണോമെട്രി ലെറ്റേഴ്സ് എന്താ? ടി, ആർ, ഐ, ജി, ഒ, എൻ. അഗൈൻ ഒ വരുന്നുണ്ട്, റിപ്പീറ്റേഷൻ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. ദെൻ എം, ഇ, അഗൈൻ ടി വരുന്നുണ്ട്, റിപ്പീറ്റേഷൻ ആവശ്യമില്ല. സോ ആർ അഗൈൻ വന്നു, സോ അതിന്റെ ആവശ്യമില്ല. ദെൻ വൈ. അപ്പൊ ഇതാണ് സെറ്റിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 1 2 3 4 5 6 7 8 9. ടോട്ടൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 9 ആണ്. ആൻസർ സി ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ,
അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം. ഹൗ ടു ഡിഫൈൻ എ സെറ്റ്. ഒരു സെറ്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? A collection of well-defined objects or elements, a collection of objects or elements, any random elements. Already പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് set of all, set is the group അല്ലെങ്കിൽ collection of well-defined objects. ഈ well-defined objects എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ നമുക്ക് ആർക്കും എന്തുണ്ടാവില്ല, ഒരു എതിരഭിപ്രായം ഉണ്ടാവില്ല എന്നുള്ളതാണ് well-defined എന്നുള്ളതിന് അർത്ഥമാക്കുന്നത്. ഈ ഒരു വേർഡ് സെറ്റിന്റെ ഡെഫിനിഷനിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡാണ്. ഈ ഒരു വേർഡ് ഉണ്ടെങ്കിൽ സെറ്റിന്റെ ഡെഫിനിഷൻ എന്താവുള്ളൂ, കംപ്ലീറ്റ് ആവുള്ളൂ. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു ഗുഡ് കളർ എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ്, ഒരു എ എന്ന് പറയുന്നത് കളർ, ഗുഡ് കളേഴ്സ് ആണ്. അപ്പൊ ഈ ഗുഡ് കളേഴ്സ് എന്ന് പറഞ്ഞാല് അത് ഒരാളൊരു കൺസെപ്റ്റ് വെച്ചിട്ട് ഓരോ പേഴ്സണിനും എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ചിലവർക്ക് ഗുഡ് എന്നുള്ളത് ഗ്രീൻ ആയിരിക്കും, ചിലവർക്ക് ഗുഡ് എന്നുള്ളത് പറയുന്നത് റെഡ് ആയിരിക്കും. അതെന്ന് പറയുന്നത് പേഴ്സണലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതെന്ന് പറയുന്നത് എന്തായില്ല, ഒരു സെറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇനി ബി എന്ന സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സെറ്റ് ഓഫ് നാച്ചുറൽ എന്ന് പറയുന്നത് എല്ലാവർക്കും എന്താണ്, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് 1, 2, എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി എന്നുള്ള. ഈ ഒരു കാര്യത്തിൽ ആർക്കും എന്തില്ല, മറ്റൊരു അഭിപ്രായം ഉണ്ടാവില്ല. ഇത് എല്ലാവർക്കും യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 to ഇൻഫിനിറ്റി ആണ് എന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞ എ എന്ന് പറയുന്നത് ഗുഡ് കളേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഓരോ പേഴ്സണലി ഡിഫറെന്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ ഒരു സെറ്റിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, സെറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആവണം, അതായത് വെൽ ഡിഫൈൻഡ് ആവണം എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വേർഡ് എപ്പോഴും ഓർത്ത് വെക്കുക. സെറ്റിന്റെ ഡെഫിനിഷൻ കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഡെഫിനിഷനിൽ ഏത് വേർഡ് ഉണ്ടായിരിക്കണം, വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണ്. എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ് ഓർ എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറ്റ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്, വാട്ട് വിൽ ബി ദ സെറ്റ് ഓഫ് ഇന്റർവെൽ എ, ബി. അപ്പോ ഈ ഒരു സെറ്റിന്റെ ഫോം എങ്ങനെയാണെന്നുള്ളതാണ്, ആ ഒരു ഇന്റർവെല്ലിലുള്ള സെറ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇന്റർവെല്ലിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റും ഇവിടെ ബിന്റെ കേസിൽ ക്ലോസ്ഡ് ബ്രാക്കറ്റും ആണ്. ഈ ഓപ്പൺ ബ്രാക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഓപ്പൺ ബ്രാക്കറ്റിന്റെ അടുത്തുള്ള എലമെന്റ് സെറ്റിൽ ഇൻക്ലൂഡഡ് അല്ല എന്നുള്ളതാണ്. ദെൻ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനടുത്തുള്ള എലമെന്റ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡഡ് എന്നും, ഓപ്പൺ ബ്രാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ എക്സ്ക്ലൂഡഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് എ, ഈ ഒരു സെറ്റിൽ എ ഇൻക്ലൂഡഡ് അല്ല, ബട്ട് ബി ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അത് ഡിനോട്ട് ചെയ്യുന്ന സെറ്റ് ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, എക്സിൽ സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. ഇവിടെ ഇപ്പൊ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്റെയും ബിന്റെയും ഇടയിലുള്ള സംഖ്യകളാണ്. എയും ബിയും എന്താണ്, എക്സ്ക്ലൂഡഡ് ആണ്. പക്ഷെ ഇവിടെ ബിന്റെ സ്ഥാനത്ത് എന്താ കൊടുത്തിട്ടുള്ളത്, സ്ക്വയർ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആ കൊടുത്തിട്ടുള്ളത്. അതായത് ബി എന്താണ്, ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇത് എന്ന് പറയുന്നത് തെറ്റാണ്. ഇവിടെ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ബി എന്ന് പറയുന്നത് എന്താണ്, ഇൻക്ലൂഡഡ് അല്ല. സോ ഈ ഒരു ഇന്റർവെല്ല് ഇതില് സാറ്റിസ്ഫൈഡ് അല്ല. സോ ബി എന്ന് പറയുമ്പോൾ ബി ഓപ്ഷനിൽ നോക്കിക്കേ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇവിടെ എയും ഇൻക്ലൂഡഡ് ആണ്. ഈക്വൽ ടു സൈൻ വരുമ്പോൾ എന്താണ് നമുക്ക് പറയാം, എയും ഇൻക്ലൂഡഡ് ആണ്, ബിയും ഇൻക്ലൂഡഡ് ആണ്. ബട്ട് നമ്മളെ ഇന്റർവെല്ലിൽ എന്താണ്, എന്റെ അടുത്ത് ഓപ്പൺ ഇന്റർവെൽ ആണ്, ഓപ്പൺ ബ്രാക്കറ്റ് ആണ് കൊടുത്തത്. സോ അതെന്താണ്, എ ഇൻക്ലൂഡഡ് അല്ല എന്നുള്ളതാണ് ഡിനോട്ട് ചെയ്യുന്നത്. പക്ഷെ ബി ഓപ്ഷനിൽ എ ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇതും തെറ്റാണ്. ദെൻ സി ഓപ്ഷൻ നോക്കുക. സി ഓപ്ഷനിൽ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. എ ഇൻക്ലൂഡഡ് അല്ല, ബട്ട് ബി ഇൻക്ലൂഡഡ് ആണ്. സോ ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇനി ഡി ഓപ്ഷനിൽ എന്താണ് തന്നിട്ടുള്ളത് എന്ന് നോക്കാം. ഡി ഓപ്ഷനിൽ എന്താണ്, എ ഇൻക്ലൂഡഡ് ആണ്, ദെൻ ബി ഇൻക്ലൂഡഡ് അല്ല. സോ അതും ഇന്റർവെല്ല്
ഡിനോട്ട് ചെയ്യുന്ന രീതിയിലല്ല എന്ത് കൊടുത്തിട്ടുള്ളത്, സെറ്റ് കൊടുത്തിട്ടുള്ളത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സി ഓപ്ഷൻ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ ബ്രാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ എക്സ്ക്ലൂഡഡ് എന്നും, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ, ക്ലോസ്ഡ് ബ്രാക്കറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. ആ സ്ക്വയർ ബ്രാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡഡ് എന്നാണ് ഡിനോട്ട് ചെയ്യണത്. ഇനി ഹൗ ടു സോൾവ് ഫോർ എക്സ് ഇഫ് എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലെ സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സ് മൈനസ് 1 മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആവണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി -2. അപ്പോൾ -2 ഇട്ട് നോക്കിക്കേ. -2 ഇട്ടല്ല, മോഡുലസ് ഓഫ് -2 എന്താണ്? മോഡ് എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആവണം എന്നുള്ളതാണ്. അപ്പോൾ എക്സിന് പകരം നമ്മൾ -2 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ -2 - 1 മോഡ് -2 - 1 എന്ന് പറയുമ്പോൾ എന്താണ്? മോഡ് -3 മോഡ് -3 പറയുമ്പോൾ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ദെൻ -2ന്റെ ഇങ്ങോട്ടേക്കുള്ള ഏത് എലമെന്റ് കൊടുത്താലും -3 കൊടുത്തു നോക്കിയ, -3 കൊടുക്കുകയാണെങ്കിൽ -3 - 1 മോഡലിന്റെ ഉള്ളിൽ വരുമ്പോൾ -4. സോ പിന്നെ വരുന്നതൊക്കെ എന്താണ്? 3നേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പൊ അവിടെ അതെന്താണ്? സാറ്റിസ്ഫൈഡ് ആണ് കണ്ടീഷൻ. ബട്ട് ഫോർ നെക്സ്റ്റ് യൂണിയനിൽ ഈ ഒരു കേസിൽ നോക്കുക. നമ്മളിവിടെ എന്ത് എക്സിന് പകരം എന്ത് കൊടുക്കണം? ഇനി 4 കൊടുക്കണം. 4 - 1. 4 - 1 സോറി ഇവിടെ ഇപ്പോൾ ബ്രാക്കറ്റ് കൊടുത്ത ഈ 4 - 1 കൊടുക്കുന്നതിന് മുന്നേ ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ. ഓപ്പൺ ബ്രാക്കറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബ്രാക്കറ്റിന്റെ അർത്ഥം എന്താണ്? 4 ഇൻക്ലൂഡഡ് അല്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ 4x-ന് 4 കൊടുത്തു നോക്കിക്കേ. 4 - 1 4 - 1 എന്ന് പറയുമ്പോൾ 3 ആണ്. 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അപ്പോൾ 4ന് എന്താണ്? കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ബട്ട് ഇവിടെ കൊടുത്ത ബ്രാക്കറ്റ് പ്രകാരം എന്താണ്? 4 ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ശരിക്കും 4 ഇൻക്ലൂഡ് ആവുന്നുണ്ട്. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഇവിടെ 4നെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് എ ഓപ്ഷൻ തെറ്റാവാനുള്ള കാരണം. ഇനി ബി ഓപ്ഷനിലേക്ക് നോക്കാം. ബി ഓപ്ഷനിൽ ഇവിടെ ഈ എ ഓപ്ഷനും ബി ഓപ്ഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, ഇവിടെ ഇപ്പോ ഒരു കാര്യം കൂടി പറയാനുള്ളത്, എ ഓപ്ഷനിൽ -2ന്റെ കേസിലും എന്താണ് കൊടുത്തിട്ടുള്ളത്? ഓപ്പൺ ബ്രാക്കറ്റാണ് കൊടുത്തത്. നമ്മൾ നേരത്തെ -2 ഇട്ട് കൊടുത്തപ്പോഴും എന്താണ്? കണ്ടീഷൻ ഓക്കെ ആയിരുന്നു. സോ ഇവിടെ എന്ന് പറയുമ്പോൾ ഓപ്ഷനിൽ എന്താണ്? -2നെയും 4നെയും എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണുള്ളത്. സോ എന്താണ്? തെറ്റാണ്. കാരണം -2 4 എന്താണ്? കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി എ ഓപ്ഷനും ബി ഓപ്ഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 2നും 4നും കൊടുത്ത ബ്രാക്കറ്റിൽ മാത്രമാണ്. അതായത് എ ഓപ്ഷനും ബി ഓപ്ഷനിലും എന്താണ്? രണ്ടിനും സ്ക്വയർ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ക്ലോസ് ബ്രാക്കറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് -2 4 ഇൻക്ലൂഡഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ, അതായത് -2ന്റെയും 4ന്റെയും ഇടയിലുള്ള സംഖ്യകൾ, -2നും 4നും ഇടയിലുള്ള ഒരു സംഖ്യകൾ നിങ്ങൾ ഇവിടെ കൊടുത്തു നോക്കിക്കേ. ഫോർ എക്സാമ്പിൾ -1. നമ്മളിവിടെ എക്സിന് -1 കൊടുത്താൽ -1 -1 മോഡുലസ് ഓഫ് -1 -2 പറഞ്ഞാൽ -1 ആണ് മോഡുലസ് ഓഫ് -2 ദാറ്റ് ഈസ് 2. ബട്ട് 2 എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 അല്ല. അത് എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 3 ആണ്. അതായത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇനിയിപ്പോ 4ന്റെ അടുത്തുള്ള ഒരു വാല്യൂ കൊടുത്തോ. 4ന്റെ അടുത്തുള്ള വാല്യൂ ആണ് 3 എടുത്തോ. 6ന് പകരം 3 എടുത്താൽ 3 - 1. 3 - 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2. 2 എന്ന് പറയുമ്പോൾ എന്താണ്? ലെസ് ദാൻ 3 ആണ്. അപ്പൊ അതും എന്ത് ചെയ്യുന്നില്ല? കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതായത് -2ന്റെയും 4ന്റെയും ഇടയിലുള്ള സംഖ്യകൾ മാത്രമാണ് ഈ ഒരു കണ്ടീഷൻ എന്ത് ചെയ്യുന്നത്? സാറ്റിസ്ഫൈ ചെയ്യാത്തത്. ഓക്കെ, അല്ലാത്തതെല്ലാം അത് എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആ ഒരു കണ്ടീഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. -∞ to
4 to infinity. ഇവിടെ ബ്രാക്കറ്റ് ശരിക്കും ശ്രദ്ധിക്കുക, അത് സ്ക്വയർ ബ്രാക്കറ്റ് ആണ്, കാരണം -2ഉം 4ഉം ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. ഈ ബി ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ, ബി ആൻസർ എന്ന് പറയുന്നത് ബി ഓപ്ഷൻ ആണ്. വൈ നോട്ട് എ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഈ ബ്രാക്കറ്റ് ആണ് അതിനുള്ള കാരണം, ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങൾ, ബാക്കി ഓപ്ഷൻസ് പറയേണ്ട കാര്യമില്ല. നമ്മൾ നേരത്തെ 2 ഓപ്ഷനിൽ തന്നെ എല്ലാ റേഞ്ച് നമ്മൾ പറഞ്ഞതാണ്. സോ ഞാൻ ബാക്കി ഓപ്ഷൻസിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. Then, which of the following is not a set of letters of word? അപ്പോൾ ഒരു സെറ്റ് ആണ് പറയണത്. പ്രിൻസിപ്പൽ എന്നുള്ള ആ വേർഡിലെ ലെറ്റേഴ്സ് ആണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എ എന്നുള്ള ഒരു സെറ്റ് എടുക്കുന്നെങ്കിൽ പ്രിൻസിപ്പളിലെ ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? പി ഉണ്ട്, ആർ ഉണ്ട്, ഐ ഉണ്ട്, എൻ ഉണ്ട്, ദെൻ സി ഉണ്ട്, അഗൈൻ ഐ, നോ റിപ്പീറ്റേഷൻ. സോ സി, ആ ഐ എന്ത് ചെയ്യാം? സ്കിപ്പ് ചെയ്യാം. ദെൻ അഗൈൻ പി, റിപ്പീറ്റേഷൻ ആവശ്യമില്ലാത്തതുകൊണ്ട് ആ പിയും നമ്മൾ എന്ത് ചെയ്യണ്ട, ഇവിടെ ഡിനോട്ട് ചെയ്യേണ്ട. ദെൻ എ ഉണ്ട്, എൽ ഉണ്ട്. അപ്പൊ ഇതാണ് സെറ്റ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഓഫ് വേർഡ്. അതായത് ഈ ഒരു സെറ്റ് അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇപ്പൊ നമ്മൾ റിപ്പീറ്റേഷന്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ ഇപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് ഓപ്ഷനിലെ എല്ലാ ലെറ്റേഴ്സും ഉണ്ട്, റിപ്പീറ്റേഷൻ ഇല്ല. സെക്കൻഡ് ഓപ്ഷനിലും എന്താണ്? എല്ലാ ലെറ്റേഴ്സും വിത്തൗട്ട് റിപ്പീറ്റേഷൻ ആണ്. ദെൻ സി ഓപ്ഷനിൽ എന്താണ്? പിയും ഐയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ സെറ്റിൽ ഒരിക്കലും എലമെന്റ്സ്, സെയിം എലമെന്റ്സ് എന്ത് ചെയ്യില്ല? റിപ്പീറ്റ് ചെയ്യൂല. സോ ഡി ഓപ്ഷനിലും എന്താണ്? എല്ലാ എലമെന്റ്സും ഉണ്ട് വിത്തൗട്ട് റിപ്പീറ്റേഷൻ. അപ്പോൾ വിത്ത് റിപ്പീറ്റേഷനിലുള്ളത് ആരാണ്? സി ഓപ്ഷൻ ആണ്. അതുകൊണ്ട് ഈ ഒരു സെറ്റ് ആണ് കറക്റ്റ്. അതായത് നോട്ട് എ സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റ് ആണ്. കറക്റ്റ് അല്ലാത്ത സെറ്റ് എന്ന് പറയുന്നത് സി ഓപ്ഷൻ ആണ്. അതാണ് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ദാറ്റ് മച്ച് ടു എക്സ്പ്ലെയിൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? റൈറ്റ് ദ സെറ്റ് x such that x is a natural number and x square minus 9 equal to 0. അപ്പോൾ ഇതിന്റെ റോസ്റ്റർ ഫോമിൽ ഇതിനെ എഴുതാനാണ് പറയുന്നത്. ഇത് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോമിൽ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയണത്? സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഇങ്ങനെ സെറ്റിന് എഴുതുന്നതിനാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. സെറ്റിനെ എലമെന്റ് ആക്കി എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സെറ്റ് ബിൽഡർ ഫോമിൽ ഒരു സെറ്റ് തന്നിട്ടുണ്ട്, അതിന്റെ റോസ്റ്റർ ഫോം എഴുതാനാ പറഞ്ഞത്. അപ്പൊ അതിൽ പറയുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ എക്സ് എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ ആണ് ആൻഡ് എക്സ് സ്ക്വയർ മൈനസ് 9 0 ആവണം. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏതാണെന്ന്. അപ്പൊ നമുക്കറിയാം, ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക. ഈ സെറ്റിൽ 3 എലമെന്റ്, 3 പറഞ്ഞ ഒരു എലമെന്റ് തന്നെ ഉള്ളൂ. സോ 3 പറഞ്ഞ എലമെന്റ് എന്താണ്? നാച്ചുറൽ നമ്പറിൽ ഇൻക്ലൂഡഡ് ആണ്. എക്സ് സ്ക്വയർ മൈനസ് 9 പറയുമ്പോൾ 3 സ്ക്വയർ മൈനസ് 9 എന്താണ്? 3 സ്ക്വയർ പറയുമ്പോൾ 9 ആണ്, 9 മൈനസ് 9 0 ആണ്. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ എ എന്നുള്ളത് എന്തായാലും ശരിയാണ്. ദെൻ ബാക്കി ഓപ്ഷനിൽ നോക്കാം. ബാക്കി ബി പറഞ്ഞ ഓപ്ഷൻ നോക്കിക്കുക, അതിൽ -3 ആണ് തന്നിട്ടുള്ളത്. -3 എന്തല്ല? നാച്ചുറൽ നമ്പർ അല്ല. പക്ഷെ എക്സ് സ്ക്വയർ മൈനസ് 9 എന്നുള്ള ആ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? -3 സ്ക്വയർ മൈനസ് 9 എന്ന് പറയുമ്പോൾ -3 സ്ക്വയർ എത്രയാണ്? 9 മൈനസ് 9 ഈക്വൽ ടു 0. പക്ഷെ ഇത് ഫംഗ്ഷൻ സാറ്റിസ്ഫൈഡ്, ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിലും -3 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിൽ അല്ലാത്തത് കൊണ്ട് എന്തല്ല? ബി ഓപ്ഷൻ തെറ്റാണ്. ദെൻ സി ഓപ്ഷനിൽ വന്നിട്ടുള്ളത് ഏതാണ്? 3ഉം -3ഉം തന്നിട്ടുണ്ട്. 3 നാച്ചുറൽ ആണ്, ബട്ട് -3 എന്ന് പറയുന്നത് ഇൻഡിജർ ആണ്, നാച്ചുറൽ നമ്പറിലല്ല. ഓക്കെ, ദെൻ ഡി എന്ന് പറയുമ്പോൾ 9,3. അതിൽ 9 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ഡിയും തെറ്റാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ 3 ആണ്. സോറി, എ ഓപ്ഷൻ ആണ്. ദാറ്റ് മീൻസ് സെറ്റ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഫാക്ടോറിയലിന്റെ കേസിലാണ്. How many words can be formed using the letters of the word education? എഡ്യൂക്കേഷനിലുള്ള ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എത്ര വേർഡ്സ് ഫോം ചെയ്യാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഈ ഒരു വേർഡിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് ആദ്യം കൗണ്ട് ചെയ്യണം. അപ്പൊ എഡ്യൂക്കേഷൻ എന്നുള്ള എഡ്യൂക്കേഷൻ എന്നുള്ള വേർഡിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇപ്പൊ 9 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. എഡ്യൂക്കേഷനിൽ 9 ലെറ്റേഴ്സ് ഉണ്ട്. ദെൻ റിപ്പീറ്റഡ് ആയിട്ട് ഏതെങ്കിലും ലെറ്റേഴ്സ് വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഒറ്റ ലെറ്റേഴ്സും റിപ്പീറ്റഡ് അല്ല. സോ ആൻസർ ഈസ് 9 ഫാക്ടോറിയൽ. അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ടോ അത്രയും ഫാക്ടോറിയൽ എന്തുണ്ടാക്കാം, വേർഡ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതെന്തുകൊണ്ടാണ് 9 ഫാക്ടോറിയൽ ആൻസർ വന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഇവിടെ റിപ്പീറ്റേഷൻ, ഒരു ലെറ്റേഴ്സും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 9 ഫാക്ടോറിയൽ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി വേസ് വി ക്യാൻ റീറൈറ്റ് ദ വേർഡ് കാറ്റി ക്യാമ്പസ്? കാറ്റി വാമ്പസ്, അതായത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ കാറ്റി വാമ്പസിലെ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എത്ര വേർഡ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര രീതിയിൽ ഈ ലെറ്റേഴ്സിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സെയിം നമ്മൾ നേരത്തെ ചെയ്ത കാര്യം തന്നെ, കാറ്റി വാമ്പസിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് എന്ന് ആദ്യം നമ്മൾ കൗണ്ട് ചെയ്യുക. ദാറ്റ് മീൻസ് എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11. അപ്പൊ ടോട്ടൽ 11 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി ഇതിൽ ഏതെങ്കിലും ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ടി 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ടി 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ എ എന്ന് എത്ര പ്രാവശ്യം ഉണ്ട്? എയും 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി ലെറ്റേഴ്സ് ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ടിയും എയും 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ടോട്ടൽ 11 ലെറ്റേഴ്സ് ആണുള്ളത്. സോ 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എന്താണ്? ടി 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ടിന്റെ 2 ഫാക്ടോറിയൽ, ദെൻ എന്റെ 2 ഫാക്ടോറിയൽ. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ ഏതൊക്കെ എലമെന്റ്സ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അത്രയും ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി is the correct answer. Correct answer 11 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. Then next question, how many 3-digit numbers can be formed? എത്ര 3-digit നമ്പേഴ്സിനെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം 3-digit നമ്പേഴ്സിന് 3 പൊസിഷൻസ് ആണ് ഉണ്ടാവുക. നമുക്ക് ആകെയുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് 0 to 9 ആണ്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഒരു 3-digit നമ്പറിന്റെ ഫസ്റ്റ് പൊസിഷനിൽ എന്തായാലും 0 വരൂല. സോ ഈ ഫസ്റ്റ് പൊസിഷനിൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 9 വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സെക്കൻഡ് പൊസിഷനിൽ ഏത് നമ്പേഴ്സും വരാം, അതായത് 0 to 9 ഏത് നമ്പേഴ്സും വരാം. സോ അത് പറയുന്നത് 10 വേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറേഞ്ച് ചെയ്യാൻ പറ്റും. തേർഡ് പൊസിഷനും സെയിം 0 to 9 ഏത് നമ്പേഴ്സ് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ പറ്റും. അതായത് അതും 10 വേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ടോട്ടൽ എത്ര വേസിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്? 9 into 10 into 10. That means 900 3-digit numbers can be formed using 0 to 9 digits. Okay. അപ്പോൾ ഓപ്ഷൻ എ is the correct answer. Then next ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Then next question, how many lines can be formed using 10 non-collinear points?
10 നോൺ കോളിനിയർ പോയിന്റ്സ് യൂസ് ചെയ്തിട്ട് എത്ര ലൈൻസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതെന്ന് പറഞ്ഞാൽ ഒരു കോമ്പിനേഷൻ 10 നോൺ കോളിനിയർ പോയിന്റ്സിൽ യൂസ് ചെയ്തിട്ട് എത്ര ലൈൻസ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ 10 പോയിന്റ്സ് ഉണ്ട്, പക്ഷെ നമ്മൾ ലൈൻസ് എന്ന് പറഞ്ഞാൽ 2 പോയിന്റ്സ് ചേർന്നിട്ടുള്ളതാണ്. അപ്പൊ 10ല് 2 പോയിന്റ്സ് യൂസ് ചെയ്തിട്ട് എത്ര ലൈൻസ് ഫോം ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പിനേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കറിയാം കോമ്പിനേഷന്റെ ഫോർമുല എന്ന് പറയുന്നത് NCR ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? 10 നോൺ കൊളീനിയർ പോയിന്റ്സ് ആണ്. അപ്പൊ 10C യൂസ് ചെയ്തിട്ട് ലൈൻസ് ആണ് ഫോം ചെയ്യുന്നത്. ലൈൻസ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര പോയിന്റ്സ് വേണം? 2 പോയിന്റ്സ് വേണം. സോ 10C2 ആണ് നമ്മളെ ആൻസർ എന്ന് പറയുന്നത്. മേ ബി ക്വസ്റ്റ്യനിൽ 10C2 എന്ന് പറഞ്ഞിട്ട് തരും, അല്ലെങ്കിൽ 10C2ന്റെ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് എത്രയാന്നുള്ളത് കണ്ടെത്തേണ്ടി വരും. 10C2 എത്രയാന്നുള്ളത് നോക്കാം. 10C2 എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ ആണ്. ഇവിടെ n ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 10 ഫാക്ടോറിയൽ, then r ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 2 ഫാക്ടോറിയൽ, then n മൈനസ് r ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 10 മൈനസ് 2 ഫാക്ടോറിയൽ മീൻസ് 8 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ 10 ഫാക്ടോറിയൽ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? 10 ഫാക്ടോറിയൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1 to 10 വരേക്കുള്ള 1 into 2 into 3 into up to 10 മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്ത്? 10 ഫാക്ടോറിയൽ. അപ്പോൾ അപ് ടു 8 വരേക്കുള്ള മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? 8 ഫാക്ടോറിയൽ ആണ്. ബാക്കി 10 ഫാക്ടോറിയൽ ആവണമെന്നുണ്ടെങ്കിൽ into 9 into 10 അല്ലേ. ദെൻ 2 ഫാക്ടോറിയൽ into 8 ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെയുള്ള 8 ഫാക്ടോറിയലും ന്യൂമറേറ്ററിലുള്ള 8 ഫാക്ടോറിയലും ക്യാൻസൽ ആയി. ദെൻ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. 2 ഡിവൈഡഡ് ബൈ 2ഉം 10ഉം ക്യാൻസൽ ആയാൽ ഇവിടെ 5 വരും. ദെൻ 9 into 5 എന്തായി? 45. ആൻസർ എന്ന് പറയുമ്പോൾ 45. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ട്രിഗണോമെട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് cos 2x if cos x equal to 1/√2. അപ്പൊ നമുക്ക് cos 2x കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. cos x തന്നിട്ടുണ്ട്. അപ്പൊ cos x ന്റെ ടേമിലുള്ള cos 2x ന്റെ ഫോർമുല ഏതാണ്? നമുക്കറിയാം cos 2x എന്ന് പറയുന്നത് എന്താണ്? 2 cos square x minus 1 ആണ്. ഇത് cos 2x ന്റെ ഒരു ഫോർമുലയാണ്. അപ്പൊ ഈ ഒരു ഫോർമുലയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് cos x തന്നിട്ടുണ്ട്. അപ്പോൾ cos x എന്താണ്? 1/√2 ആണ്. അപ്പൊ 2 into 1/√2 സ്ക്വയർ മൈനസ് 1. 2 into 1/√2 എന്ന് പറഞ്ഞാൽ 1/√2ന്റെ സ്ക്വയർ ആണ് 1 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ഡിവൈഡ് ബൈ √2 സ്ക്വയർ. √2 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? 2 മൈനസ് 1. സോ 2ഉം 2ഉം ക്യാൻസൽ ആയി. സോ ആൻസർ ഈസ് 1 മൈനസ് 1. സോ ഈക്വൽ ടു 0. അപ്പൊ ആൻസർ ഏതാണ്? ബി ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് ആൻസർ എന്താ കിട്ടിയത്? 0 ആണ് ആൻസർ കിട്ടിയത്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ട്രിഗണോമെട്രിയിലും ഞാൻ പറഞ്ഞ പോലെ ഫോർമുലാസുകൾ നമുക്ക് കറക്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ഓരോ വാല്യൂസും നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ cos 2x ന്റെ ടേമിലുള്ള cos 2x ന്റെ ഫോർമുലയാണ് അതെന്ന് പറയുന്നത് 2 cos square x minus 1 എന്നാണ്. ഇനി cos 2x ന്റെ തന്നെ സൈനിന്റെ ടേമിലുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? cos 2x ഈക്വൽ ടു നമ്മൾ എന്ത് പറഞ്ഞു? 2 cos square x minus 1. ഇതേപോലെ തന്നെ cos 2x ന്റെ സൈനിന്റെ ടേമിലുള്ള ഫോർമുലയാണ് 1 minus 2 sin square x എന്നുള്ളത്. അങ്ങനെ ഓരോ ഫോർമുലാസുകളും നമ്മൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. tan 15 ഡിഗ്രി. tan 15 എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ tan 15 എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അതെങ്ങനെയാണ്? അറിയുന്ന വാല്യൂസ് വെച്ചിട്ട് നമ്മൾ tan 15ന്റെ വാല്യൂ കാണാനാണ് ചെയ്യുന്നത്. അപ്പൊ tan 15 എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം 45 മൈനസ് 13 ആണ്.
നോട്ട് 13, ദിസ് ഈസ് 30. ഓക്കെ, അപ്പൊ tan 15 ഡിഗ്രി നമുക്ക് എന്ത് എഴുതാൻ പറ്റും? tan 45 മൈനസ് 30. ഓക്കെ, അപ്പോൾ tan 45 മൈനസ് 30 പറഞ്ഞാൽ tan x മൈനസ് y അല്ലേ? അപ്പൊ tan അല്ലെങ്കിൽ tan a മൈനസ് ബി. അപ്പൊ tan a മൈനസ് ബിന്റെ ഇക്വേഷൻ എന്താണ്? tan a മൈനസ് tan b ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan a tan b. അപ്പോൾ tan a എന്ന് പറയുമ്പോൾ എന്താണ്? tan 45. tan 45 എത്രയാണ്? tan 45 എത്രയാ? 1. 1 മൈനസ് tan 30 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1/√3. ദെൻ 1 പ്ലസ് tan a എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു tan b 1/√3. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 1 മൈനസ് 1/√3 ഡിവൈഡ് ബൈ 1 പ്ലസ് 1/√3. ഇത് പറഞ്ഞാൽ ഓപ്ഷനിൽ ഇല്ല. സോ അത്രയും കണ്ടാൽ പോരാ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? റീഅറേഞ്ച് ചെയ്ത് മാറ്റി എഴുതണം. അപ്പോൾ ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 മൈനസ് 1/√3 ഡിവൈഡ് ബൈ 1 പ്ലസ് 1/√3. എന്ത് ചെയ്യാൻ പറ്റും? 1 മൈനസ് 1/√3നെ √3 മൈനസ് 1 ഡിവൈഡ് ബൈ √3. ദെൻ 1 പ്ലസ് 1/√3നെ √3 പ്ലസ് 1/√3. ദെൻ √3യും √3യും ക്യാൻസൽ ആയി. നമുക്ക് ആൻസർ എന്താ കിട്ടി? √3 മൈനസ് 1 ഡിവൈഡ് ബൈ √3 പ്ലസ് 1. ഇതും ഓപ്ഷനിൽ ഇല്ല. അപ്പൊ ഇത്രയും ചെയ്താൽ പോരാ. ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ മാറ്റണം. ഇവിടെ നോക്കിക്കേ, p/q ഫോമിലല്ല ഇത് കിടക്കുന്നത്. അപ്പൊ ഈ p/q ഫോമിൽ നിന്ന് ഇതിനെ മാറ്റണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? √3 മൈനസ് 1 ആണ് ഉള്ളത് ഡിവൈഡ് ബൈ √3 പ്ലസ് 1. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും √3 പ്ലസ് 1 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻറ്റു ചെയ്യാണ്. അപ്പോൾ √3 പ്ലസ് 1 ഡിവൈഡ് ബൈ √3 പ്ലസ് 1. അപ്പൊ എന്ത് കിട്ടും? ഇവിടെ നോക്കിക്കേ, മുകളിൽ നോക്കിക്കേ, a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി ആണ്. അപ്പൊ അതെന്താണ്? a² മൈനസ് b² ആണ്. a² എന്ന് പറഞ്ഞാൽ √3² പറഞ്ഞാൽ 3 മൈനസ് √3² പറഞ്ഞാൽ 3. ദെൻ 1² പറഞ്ഞാൽ 1 ഡിവൈഡ് ബൈ നമുക്ക് എന്ത് ചെയ്യാം? √3 പ്ലസ് 1 ഇൻറ്റു √3 പ്ലസ് 1, അതായത് √3 പ്ലസ് 1 ഹോൾ സ്ക്വയർ. √3 പ്ലസ് 1² പറഞ്ഞാൽ √3² പ്ലസ് 1² പ്ലസ് എന്താണ്? 2√3 അല്ലേ? അപ്പോൾ 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. ബൈ √3² 3, 1² 1, ദെൻ പ്ലസ് 2√3. അപ്പൊ എന്താ നമുക്ക് കിട്ടിയത്? 2/4 പ്ലസ് 2√3 അല്ലേ? 4 പ്ലസ് 2√3. അപ്പോൾ താഴെ ഡിനോമിനേറ്ററിൽ രണ്ടിലും 2 കോമൺ ആണ്. സോ 2 കോമൺ ആയി പുറത്തേക്ക് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് കുറച്ച് ലെങ്തി പ്രോബ്ലം ആണ്. നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമ്മൾ അറിയാവേണ്ട ഒരു സംഭവമാണ്. ദെൻ 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 പ്ലസ് √3 അല്ലേ? 2ഉം 2ഉം ക്യാൻസൽ ആയി. ദെൻ 1/2 പ്ലസ് √3. ഇതും ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയ ആൻസറും എന്തിലില്ല? നമ്മൾ ഓപ്ഷനിലില്ല. അപ്പൊ ഇത്രയും നമ്മൾ ചെയ്താൽ പോരാ. എഗെയിൻ നമ്മൾ ഈ p/q ഈ ഒരു ഫോമിൽ നിന്ന് എന്ത് മാറ്റണം? ഇതിനെ മാറ്റണം. സോ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഇപ്പോൾ 2 പ്ലസ് √3 ആണ് ഉള്ളത്. സോ ഇതിന്റെ കോൺജുഗേറ്റ് വെച്ചിട്ട് ഇതിനെ പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. ഇൻറ്റു ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ലാസ്റ്റ് കിട്ടിയത് 1/2 പ്ലസ് √3 എന്നാണ്. രണ്ട് സൈഡിൽ സോ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും നമ്മൾ എന്ത് ചെയ്യാണ്? 2 മൈനസ് √3 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ചെയ്യാണ്. 2 മൈനസ് √3.
ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? 2 മൈനസ് റൂട്ട് 3 ഡിവൈഡ് ബൈ 2 പ്ലസ് റൂട്ട് 3 ഇൻറ്റു 2 മൈനസ് റൂട്ട് 3. അതെന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ എ എന്ന് പറയുമ്പോൾ എന്താണ്? 2 ആണ്. അപ്പൊ 2 സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് 3 സ്ക്വയർ. സോ 2 മൈനസ് റൂട്ട് 3 ഡിവൈഡ് ബൈ 2 സ്ക്വയർ 4, റൂട്ട് 3 സ്ക്വയർ 3. അപ്പൊ നമുക്ക് എന്താ ലാസ്റ്റ് ആൻസർ കിട്ടിയത് നോക്കിക്കേ. 2 മൈനസ് റൂട്ട് 3 ഡിവൈഡ് ബൈ 4 മൈനസ് 3 പറയുമ്പോൾ 1. സോ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടി? ഈക്വൽ ടു 2 മൈനസ് റൂട്ട് 3. 2 മൈനസ് റൂട്ട് 3 പറഞ്ഞ ഓപ്ഷൻ എന്തിലുണ്ട്? നമ്മളെ തന്നിട്ടുള്ള ഓപ്ഷൻസിലുണ്ട്. ഓക്കെ, സോ വി ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓർത്ത് വെക്കുക ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് കറക്റ്റ് ഫോർമുല. കറക്റ്റ് ഫോർമുല ഏതാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ സൈൻ 3x ഫോർമുലാസുകളാണ് തന്നിട്ടുള്ളത്. നമുക്കറിയാം സൈൻ 3x എന്ന് പറഞ്ഞാൽ എന്താണ് 3 sin x മൈനസ് 4 sin cube x ആണ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു ഫോർമുലയാണ്. സൈൻ 3x എന്ന് പറഞ്ഞാൽ 3 sin x മൈനസ് 4 sin cube x ആണെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2 sin 75 ഇൻറ്റു സൈൻ 15. ഇതെന്ന് പറയുന്നത് ഏത് ഫോർമുല എടുക്കുന്നത്? 2 sin x sin y എന്നുള്ളതാണ്. 2 sin x sin y ഫോർമുല ആണ് ഇത് കിട്ടുന്നത്. 2 sin x sin y ഫോർമുല, അതിന്റെ ഇക്വേഷൻ ഫോർമുല എന്താണ്? 2 sin x sin y ഈക്വൽ ടു cos x മൈനസ് y മൈനസ് cos x പ്ലസ് y ആണെന്നുള്ളത് നമുക്കറിയാം. ഓർത്ത് വെക്കേണ്ട ഫോർമുലയാണ്. 2 sin x sin y ഈക്വൽ ടു cos x മൈനസ് y മൈനസ് cos x പ്ലസ് y ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 sin 75 sin 50 എന്നുള്ളതിന് എന്ത് എഴുതാം? cos sin x മൈനസ് y, അതായത് 75 മൈനസ് 50 എന്ന് പറയുമ്പോൾ എന്താണ്? cos 60 മൈനസ് cos x പ്ലസ് y പറയുമ്പോൾ 75 പ്ലസ് 50 എന്ന് പറയുമ്പോൾ എന്ത് വരും? 90 വരും. cos 90. നമുക്കറിയാം cos 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. cos 90 എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ആൻസർ ഈസ് 1/2. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഫോർമുലാസുകൾ, ട്രിഗണോമെട്രിന്റെ എല്ലാ ഫോർമുലാസുകളും നമ്മൾ ഓർത്ത് വെക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ 2 sin x sin y ഈക്വൽ ടു cos x മൈനസ് y മൈനസ് cos x പ്ലസ് y എന്നുള്ളൊരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തത്? ക്വസ്റ്റ്യൻ വർക്ക് ചെയ്ത് സോൾവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് e raised to x square. e raised to x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് കാണാനാണ് പറഞ്ഞത്. നമുക്കറിയാം e raised to x ന്റെ ഡെറിവേറ്റീവ് d by dx of e raised to x എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to x ആണ്. പക്ഷെ ഇവിടെ e raised to x ന് പകരം എന്താണ് കൊടുത്തിട്ടുള്ളത്? e raised to x square ആണ്. അപ്പോൾ എന്ത് വരും? ഇവിടെ നമ്മൾ ചെയിൻ റൂൾ ആണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് d by dx of e raised to x square എന്ന് പറയുമ്പോൾ e raised to x square into ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 2x. നമുക്കറിയാം എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് പറയുന്നത് എന്താണ്? n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 ആണ്. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു n എന്ന് പറയുന്നത് n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. അപ്പോൾ ഇവിടെ n പകരം 2 ആണ്. 2 ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 എക്സ് റേസ് ടു 2 മൈനസ് 1 1. അപ്പോൾ 2 ഇൻറ്റു എക്സ് റേസ് ടു 1. എക്സ് റേസ് ടു 1 എന്ന് പറയുമ്പോൾ എക്സ് ആണ്. അതാണ് ഇവിടെ 2x. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ലാസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. 2x ഇൻറ്റു e raised to x square ഈസ് ദ കറക്റ്റ് ആൻസർ. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ചെയിൻ റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് ആൻസറിലേക്ക് എത്തിയത്. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ e raised to x പറയുന്നത് e raised to x തന്നെയാണ്. സെയിം d by dx of e raised to x square എന്ന് പറയുമ്പോൾ e raised to x square
into derivative of x square. That means 2x into e raised to x square. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് dy by dx if x minus y equal to 1? അപ്പോൾ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? x minus y equal to 1 ആണ്. നമ്മൾ dy by dx ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ dy by dx കാണണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് y കാണാം. അപ്പോൾ y-നെ അപ്പുറത്ത് കൊണ്ടുപോവുക, 1-നെ ഇപ്പുറം കൊണ്ടുവരിക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? y ഈക്വൽ ടു എന്ത് വരും? x മൈനസ് 1 എന്ന് കിട്ടും. ദെൻ dy by dx എന്തായിരിക്കും? dy by വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഈ ഒരു ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് dy by dx കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ dy by dx ഈക്വൽ ടു d by dx ഓഫ് x മൈനസ് d by dx ഓഫ് 1. നമുക്കറിയാം d by dx ഓഫ് x എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. മൈനസ് d by dx ഓഫ് 1, അതായത് ഏതൊരു കോൺസ്റ്റന്റിന്റെയും ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. സോ ആൻസർ ഈസ് 1. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, value after differentiating cos sin x. cos of sin x ന്റെ ഡിഫറൻഷിയേഷൻ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് cos of നമ്മൾ cos x ന്റെ ഡിഫറൻഷ്യൽ എന്താണ്? മൈനസ് sin x ആണ്. ദെൻ sin x ന്റെ ഡിഫറൻഷ്യൽ എന്താണ്? cos x ആണ്. ഇവിടെ ഇപ്പോൾ cos x ന് പകരം എന്താണ്? cos sin x എന്നാണ് കൊടുത്തത്. അതായത് x ന് പകരം sin x ആണ്. അപ്പോൾ ഇതിന്റെ ഡിഫറൻഷ്യൽ എന്തായിരിക്കും? d by dx of cos sin x എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിഫറൻഷ്യൽ ഓഫ് cos എന്ന് പറയുമ്പോൾ എന്താണ്? മൈനസ് sin x ആണ്. ഇവിടെ x ന് പകരം എന്താണ്? sin x ആണ്. അപ്പോൾ ഡിഫറൻഷ്യൽ d by dx of cos sin x എന്ന് പറയുമ്പോൾ ഈക്വൽ ടു മൈനസ് സൈൻ ഓഫ് sin x ഇൻറ്റു എന്താ? ഇവിടെ നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാണ്. x ന് പകരം എന്താ ഉള്ളത്? sin x ആണ്. ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് sin x പറയുമ്പോൾ cos x. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. മൈനസ് സൈൻ ഓഫ് sin x ഇൻറ്റു cos x. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഡി ഓപ്ഷൻ ആണ്. ഡി ഓപ്ഷൻ അല്ല, സോറി, സി ഓപ്ഷൻ. ഡി ഓപ്ഷൻ എന്താണ്? ഡി ഓപ്ഷനിൽ എന്താണ് വരുന്നത്? സൈൻ കോസ് എക്സ് എന്നാണ്. അത് തെറ്റാണ്. മൈനസ് സൈൻ ഓഫ് sin x ഇൻറ്റു cos x ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുവിധം ക്വസ്റ്റ്യൻസ് ഇവിടെ വർക്ക്ഔട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു സെക്ഷന് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.